ആ പെൺകുട്ടിയാരാ? അവളെ വിവാഹം കഴിച്ചത് നാട് വിട്ടു വാപ്പയുടെ ദുശീലങ്ങളോട് പടവെട്ടിയിട്ട് വീട്ടിൽ നിന്നിറങ്ങിയ അവസാനം ആ പെൺകുട്ടി കൊടുത്ത ദൗത്യമേതാ? പാരാവാരം പോലെ പരന്നു കിടക്കുന്ന ഒരു മനുഷ്യവാസത്തിന്റെ വിദൂര സാധ്യത പോലുമില്ലാത്ത മരുഭൂമിയെ മുലകുടി പ്രായം കഴിയാത്ത പിഞ്ചു പൈതലിനെ തന്റെ പ്രിയപ്പെട്ട കറുകറുത്ത ഭാര്യയുടെ കറുകറുത്ത കരങ്ങളിലേക്ക് കനകം പോലെ കാലത്തിന് വേണ്ടി കാത്തുവെക്കാൻ ഒരു കനകനിധി പോലെ കൈമാറിയിട്ട് ആ ഭർത്താവ് അങ്ങകലേക്ക് നടന്നു പോവുകയാ. പാലുകുടി പോലും മാറാത്ത പിഞ്ചു പൈതലിനെ കയ്യിൽ പിടിച്ചിട്ട് എന്ത് ചെയ്യുമെന്നറിയാതെ വിളിച്ചാൽ ആരും വരാത്ത മരുഭൂമിയിൽ നിൽക്കുമ്പോ ആ ഭർത്താവ് നടന്നു പോവുകയാ. പോകുന്ന ഭർത്താവിനോട് ചോദിച്ചു, നിങ്ങൾ എവിടേക്കാണ്? അള്ളാഹു പറഞ്ഞിട്ടാണോ ഇത്? അതെ, ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാ. എന്നാൽ ഇതല്ല യുവന, എന്നാൽ എന്റെ റബ്ബെന്നെ കൈവിടുകയില്ല എന്ന് പറഞ്ഞു. പൊന്നുമോനെ, ആ പാവപ്പെട്ട പെണ്ണ്, ഏകാഗിയായ സുബദ്വീപിൽ എവിടെപ്പെട്ട പെണ്ണ്, ആ കുഞ്ഞവിടെ കിടന്നിട്ട് ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി പൈതാഹം കൊണ്ട് നിലവിളിക്കുമ്പോ ആ പ്രിയപ്പെട്ട പിഞ്ചു പൈതലിനെ കൈവാലയത്തിന്റെ മത്താവിൽ കൊണ്ടുപോയി കിടത്തു. മക്കയുടെ മറുഭാഗത്തുള്ള സഫാമലയുടെ പാറക്കെട്ടിൽ കയറൂ. ഒരിറ്റ് വെള്ളത്തിന് വേണ്ടി ഓടി നടക്കുമ്പോ അങ്ങകലെ സഫാമലയുടെ പാറക്കെട്ടിൽ നോക്കുമ്പോ കൈവാലയത്തിന്റെ മത്താവിൽ വെച്ച പിഞ്ചു പൈതലിനെ തിന്നാൻ ചെന്നായ വരികയാ. ഇറങ്ങി ഓടാൻ സമയമില്ല. ആരുമില്ലാത്ത മരുഭൂമിയിൽ ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോയ പിഞ്ചു പൈതലിന് ചെന്നായ തിന്നാൻ പോകുമ്പോ സഫാമലയുടെ കരിമ്പാറക്കെട്ടിന്റെ മുകളിലിരുന്നിട്ടൊരു പാവപ്പെട്ട ഭാര്യ ആകാശത്തേക്ക് കൈകളിയെത്തി, റബ്ബേ, എന്റെ പൊന്നുമോനെ നിന്നെ ഏൽപ്പിച്ചിട്ടാണ് ഹാദറ ഈ പാറക്കെട്ടിൽ വന്നത്. എന്റെ പൊന്നുമോന് പൈതാഹത്തിന് ജലം കൊടുക്കാൻ ആ ചെന്നായെ സിട്ടിച്ചത് നീയാ, എന്റെ കുട്ടിയെ ഒറ്റക്കാക്കിയത് നീയാ. ഹസ്ബി അല്ലാ, എനിക്കെന്റെ റബ്ബ് മതി. പൊന്നുമോളെ, കാസർഗോട്ടെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഭർത്താവിന്റെ ചാരത്തോട്ടണമെന്ന ഒരു പെണ്ണ് കടിക്കാമെന്ന് ചെന്നായ വെള്ളവും കൊണ്ട് ഉമ്മ വരുന്നത് വരെ ആ കുഞ്ഞിന് കാവലിരിക്കുമ്പോ ആ കയ്യിരിക്കട്ടെ മരുഭൂമിയിൽ കിട്ടിയ ചോര പൈതലിന് 9 വയസ്സ് വരെ വളർത്തി ഉമ്മ. 9 വർഷം ചരിത്രത്തിന്റെ പിൻബല പ്രകാരം 9 വർഷം കഴിയുമ്പോ അന്ന് ഉപേക്ഷിച്ചു പോയ ഭർത്താവ് വരികയാണ്. വന്നവിടെ വന്നപ്പോ പ്രിയപ്പെട്ട ഉപ്പാനെ കയ്യിൽ പിടിച്ച് സ്വീകരിച്ചിരുത്തി മകനായി ഇസ്മായിൽ. ഉപ്പയോട് പരിഭവം പറഞ്ഞില്ല, ഉപ്പയോട് പരാതി പറഞ്ഞില്ല. ഉറങ്ങിക്കിടന്ന് എഴുന്നേറ്റ് പറയുന്നു, ഉപ്പാ, ഓ ഹാദറ, അല്ലാഹു നമുക്ക് തന്ന പൊന്നുമോന്റെ കരുത്തിറക്കണം. ചിന്തിച്ചു നോക്ക്, ഇത് വിക്ടർ യുഗോടെ നാടകമല്ല, ഇത് ഷെർലക് ഹോംസിന്റെ കഥാപാത്രമല്ല, ഇത് KPSCയുടെ നാടകമല്ല. എഴുന്നേറ്റ് പറയുമ്പോ 8 വർഷം നിങ്ങൾ എവിടെയാന്ന് ചോദിച്ചില്ല. ഞാൻ വളർത്തി എന്റെ കുഞ്ഞിനെ തരൂലാന്ന് പറഞ്ഞില്ല. പടച്ചിറപ്പ് പറഞ്ഞതല്ലേ, കൊണ്ടുപോയിക്കൊള്ളൂ. മൂർച്ചയുള്ള പിച്ചാത്തിപ്പിടിയും വലത്തെ കയ്യിൽ തിരികെയിട്ട് തന്റെ പൊന്നുമോന്റെ കൈ പിടിച്ചിട്ട് ഭർത്താവ് പോകുമ്പോ വാതിൽ പടിയിൽ നിന്ന് പൊട്ടിക്കരഞ്ഞില്ല പെങ്ങള്, മാനത്തട്ടകസിച്ച് നിലവിളിച്ചില്ല. ചരിത്രം പിന്നെയും ഗതിമാറുകയാണ്. ആരാരും കടന്നു വരാത്ത കരിമ്പാറക്കെട്ടില് പൊന്നുമോനെ മലത്തിക്കിടത്തിയിട്ടു മൂർച്ചയുള്ള കത്തിയെടുത്ത് കരുത്തിലേക്ക് വെക്കുമ്പോ, ഉപ്പാ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. എന്താണ് മോനെ, എന്താണ് മോനെ? ഉപ്പ എന്നെ കമഴ്ത്തി കിടത്തുപ്പാ. എന്റെ മുഖത്ത് നോക്കിയിട്ട് ഉപ്പാക്ക് കരുത്തിറക്കാൻ പറ്റില്ല. അങ്ങനെ ചെയ്യാതെ വന്നാൽ അല്ലാഹുവിന്റെ കോപം എന്റെ ഉപ്പാക്ക് കിട്ടില്ലേ? അതുകൊണ്ട് എന്റെ മുഖത്ത് നോക്കിയിട്ട് കരുത്തിറക്കാൻ എന്റെ ഉപ്പക്ക് കൈക്ക് കരുത്തില്ല. അതുകൊണ്ട് എന്നെ കമഴ്ത്തി കിടത്തുപ്പാ. എന്നിട്ട് പറഞ്ഞു, ഉപ്പ, രണ്ടാമത് എന്റെ കൈയും കാലും കെട്ടിവെറുക്കണം. എന്തിനാ മോനെ? എന്റെ കരുത്തിറത്തിട്ട് വേദന കൊണ്ട് പൊന്നുമോൻ കൈകാലിട്ടടിച്ച് പിടയുമ്പോ ഉപ്പാടെ മനസ്സ് പതറിപ്പോകും ഉപ്പാ. അതുകൊണ്ട് എന്റെ കൈയും കാലും കെട്ടിവെക്കണേ. മൂന്നാമത് പറഞ്ഞു, ഉപ്പാ, ഉപ്പാ, ഞാൻ എന്റെ കരുത്തിറത്ത് കളഞ്ഞാൽ പിന്നെ എന്റെ രക്തം പറ്റിയ കുപ്പായം എന്റെ ഉമ്മ ഹാദറയെ കാണിക്കരുത്. കടുത്തിറക്കുന്ന നേരത്ത് മോൻ പറയാണ്, എന്റെ രക്തം പറ്റിയ കുപ്പായം എന്റെ ഉമ്മ ഹാദറ ബീവിയെ കാണിക്കരുത്. എന്റെ ഉമ്മാക്കത് സഹിക്കാൻ കഴിയില്ല ഉപ്പാ.
ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ചോദിക്കട്ടെ, ഞാൻ നിങ്ങളും അടക്കമുള്ള ഭർത്താക്കന്മാരോട്, 9 വർഷക്കാലം ഭർത്താവ് ഫലസ്തീനിൽ കിടക്കുമ്പോ തിരിച്ചു വന്ന് കഴുത്തു വെട്ടാ നേരെ തുപ്പാ എന്ന് പറഞ്ഞിട്ട് ഉപ്പാടെ കത്തിക്ക് മുന്നിൽ കഴുത്തു നീട്ടിക്കൊടുക്കുന്ന അനുസരണയുള്ള മകനെ ഈ 9 വർഷം കൊണ്ട് ഇബ്രാഹിം നബിക്ക് കൊടുത്തതാരാ? അത് മറ്റാരുമല്ല, തന്റെ ഇബ്രാഹിം എന്ന ഭർത്താവ് അകലെ കിടക്കുമ്പോ ഓരോ സമയത്തും തന്നെ മകനായ ഇസ്മായിലിനോട്, പൊന്നുമോനെ, ഉപ്പ നമ്മളെ ഇട്ടിട്ട് പോയെന്ന് പറഞ്ഞ് ഉപ്പയെ വെറുക്കരുത്, ഉപ്പ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പോയതാണ്, ഉപ്പ പാവമാണ് മോനെ, ഉപ്പ പാവമാണ് മോനെ. ഉപ്പയില്ലാത്ത സമയത്ത് ഉപ്പാടെ കട്ടതയുടെ കഥകൾ പറഞ്ഞു കൊടുത്തു ഉപ്പയുടെ മനസ്സിൽ സ്നേഹം കൊടുത്ത, ആ മനസ്സിൽ ഉപ്പയെ ചിരപ്പതിട്ട് നടത്തിക്കൊടുത്ത ഭാര്യ ഹാജറ. പെങ്ങളെ, ചെറുപ്പക്കാരാ, നമ്മുടെ വീടിന്റെ ബലവത്തായ തൂണത നമ്മൾ നമ്മുടെ വീട്ടിലില്ലാതിരിക്കുമ്പോ ഓരോ സമയത്ത് ഭക്ഷണം വിളമ്പി മക്കളുടെ മുമ്പിൽ കൊടുക്കുമ്പോ, മക്കള് ഈ ഭക്ഷണം ഏതെന്നറിയോ? വാപ്പ ഗൾഫിൽ കിടന്ന് ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിൽ കിടന്ന് കട്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണിത്. നമ്മുടെ വാപ്പ മത്തിക്കച്ചവടം, മത്സ്യക്കച്ചവടം നടത്തി ഉണ്ടാക്കി തന്ന പൈസയാണിത്. പൊന്നുമോനെ, ഈ ചോറ് നിന്റെ വാപ്പ ബേക്കലങ്ങാടിയിൽ ഓട്ടോറിച്ച് ഓടിച്ചിട്ടുണ്ടാക്കിയതാ. നിന്റെ വാപ്പ ഈ ഒരു തരി ചോറിന് വേണ്ടി എത്ര കട്ടപ്പെട്ടിട്ടുണ്ടെന്നറിയോ കൺമണിയെ? പള്ളിയില് ബാങ്ക് വിളിച്ച് മുഴുവൻ ആളുകളുടെയും ആട്ടുതുപ്പും കേട്ട് ജോലി ചെയ്ത് നിന്റെ ഉപ്പ ഉണ്ടാക്കി തന്നതാണിത് എന്ന് ഉപ്പയില്ലാത്ത സമയത്ത് ഉപ്പാന്റെ കടങ്കഥകളും ഉപ്പാന്റെ ദുഃഖങ്ങളും പറഞ്ഞു കൊടുത്ത് ആ ഉപ്പാടെ സ്നേഹം മനസ്സിലുണ്ടാക്കി കൊടുക്കുന്ന ഒരു ഹാദറയെ പോലെ ഒരു ഹാദറയെ കിട്ടിയ അല്ലാഹുവിന്റെ ഖുർആൻ അതാണ് പറഞ്ഞത്. ആ രീതിയിൽ നിനക്ക് നിന്റെ ഹാദറയെ കിട്ടുക, എന്നിട്ട് നിന്റെ മക്കളെ നന്നായിട്ട് വളർത്തുക. വാപ്പ ഗൾഫിൽ കിടക്കുമ്പോഴും മക്കളെ നന്നാക്കി വളർത്തുക. അങ്ങനെ ഒരു ഭാര്യയായി മാറാൻ എന്റെ പ്രിയപ്പെട്ട ബേക്കല പെണ്ണുങ്ങളോട്. അങ്ങനെ ഒരു ഭാര്യ എങ്ങനെയാകണം? ഭർത്താവില്ല, അവൻ പാവപ്പെട്ടവൻ, ഗൾഫിലാണ്, അല്ലെങ്കിൽ അവൻ ജീവിതത്തിൽ വിദൂരത്താണ്. ആ സമയത്ത് തന്നെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കുന്ന കേരളത്തിന്റെ ആത്മീയതയുടെ ഏറ്റവും വലിയ താരകമായ കടലുണ്ടിപ്പുഴയുടെ തീരങ്ങളുടെ തൊട്ടടുത്ത് ഈ ലോകത്തിന് ശാന്തിയുടെ മന്ത്രം പറഞ്ഞു കൊടുത്ത നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പൊന്നുമോന് വാപ്പയെ നടനത്തിലും ഭാവത്തിലും അതേപടി അനുഗ്രഹിച്ച മഹാനായ പാണക്കാട് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ ഗൾഫ് സത്യധാരയുടെ ലോഞ്ചിങ്ങിൽ ഒരു ലേഖനം എഴുതുന്നുണ്ട്. എന്നിട്ട് മോനെ എഴുതി വെക്കുകയാണ് ഉമ്മയെ കുറിച്ച്. എഴുതുന്ന ആരെ കുറിച്ചിട്ടാണ്? ഉമ്മയെ കുറിച്ച്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ദേശത്തും വിദേശത്തുമുള്ള ആയിരക്കണക്കിന് ആളുകൾ അവരുടെ പരാതിയുടെയും പരിഭവങ്ങളുടെയും പാണ്ടക്കെട്ടുമായി പാണക്കാട് ചാരുകസേരയിൽ കിടക്കുന്ന ഉപ്പാന്റെ മുമ്പിൽ തിരക്ക് കൂടുമ്പോ രാവിലെ മുതൽ രാത്രി വരെ ആളുകളുടെ പ്രയാസം കേൾക്കാൻ ഉമ്മറപ്പടിയിലിരിക്കുമ്പോ ഉപ്പാനെ ഞങ്ങൾക്ക് കിട്ടാറില്ല. പക്ഷെ ഉപ്പ എത്ര തിരക്കിലാണെങ്കിലും ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ മഗ്രിബ് കഴിഞ്ഞാൽ സൂറത്തുൽ വാഖിഅ ഓതാതെ, സൂറത്ത് യാസീൻ ഓതാതെ ഉമ്മ രാത്രിയിൽ ഞങ്ങൾക്ക് ഭക്ഷണം തന്നിട്ടില്ല. ആരാണ് എഴുതി വെക്കുന്നത്? പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഭാര്യയെ കുറിച്ച് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ തന്റെ ഉമ്മയെ ഓർമ്മിപ്പിക്കുകയാണ്. ആരാണ് എന്റെ ഉമ്മ? വാപ്പയുടെ തിരക്കിന്റെ ഇടയില് യാസീനോടാടെ മക്കളെ നിങ്ങൾക്ക് ഭക്ഷണം തരില്ല എന്ന് പറഞ്ഞ് തർബിയത്ത് നടത്തിയ ഞങ്ങളുടെ ഉമ്മ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ആവുക ചരിത്രത്തിന്റെ ആയുഷയാവുവാൻ, ചരിത്രത്തിന്റെ സഫിയാവുക, ചരിത്രത്തിന്റെ സൗദയാകാ. അല്ലാഹുവേ, അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ വീടിനെ നീ അലങ്കരിക്കണേ അല്ലാ. അല്ലാഹു നമ്മുടെ വീടിനെ അലങ്കൃതമാക്കി തരുമാറാകട്ടെ. ഈ ഒരു ഭാര്യ അതിന്റെ അകത്തുണ്ടാവണം. എന്നിട്ട് 3 കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറ. അല്ലാഹു നമ്മുടെ വീട് ബറക്കത്തുള്ളതാക്കി തരും. അല്ലാഹു നമ്മുടെ വീട് അനുഗ്രഹീതമാക്കി തരട്ടെ. വീടിൽ അനുഗ്രഹം ഉണ്ടാകണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ടോ? ഉള്ളവരൊക്കെ ഒന്ന് കൈപൊക്കെ നോക്കട്ടെ. ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ഒത്തിരി ഉണ്ട്. കൈ ഒന്നുകൂടി ഒന്ന് പൊക്ക് താഴ്ത്തല്ലേ. റോട്ടിലുള്ളവർക്കൊന്നും അനുഗ്രഹം വേണ്ട. ഒന്ന് പൊക്ക് മനുഷ്യന്മാരെ. ഈ കൈയല്ലേ യദുല്ലാഹി ഫൗക അയ്ദിഹിം. അള്ളാഹുടെ സഹായം നമുക്ക് താത്തിയിടും. എന്നാ ഞാനിനി വെറുതെ വാതു പറഞ്ഞ് കരയിപ്പിച്ചു പോകലല്ല. 3 കാര്യങ്ങൾ ജീവിതത്തിൽ കൃത്യമായിട്ട് ചെയ്യണം.
ഈ വിഷയം തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എന്നാലും ഞാൻ പറയാം. 3 കാര്യങ്ങൾ ചെയ്യണം. ഇൻഷാല്ലാ ചെയ്യോ? ഉറക്കെ പറ, ചെയ്യൂ, ഉറക്കെ പറ ഇൻഷാല്ലാ. അങ്ങനെ പറയും. ഇതാണ് കാസർഗോട്ടുകാരുടെ ഇൻഷാല്ലാ. കാസർഗോഡുകാർ നല്ല ആളുകളാണ്, നല്ല ആവേശം എല്ലാത്തിനും ഉണ്ട്. ആ ആവേശം നമ്മുടെ എല്ലാ ദീനിയായ കാര്യങ്ങളും ആവേശം ഉണ്ടാവും. സ്റ്റേജ് കെട്ടാൻ മാത്രമല്ല, ഉറൂസ് നടത്താൻ മാത്രമല്ല, അതിൽ കിട്ടുന്ന ദീനിയായ പ്രതിഫലത്തിന് ആവേശം ഉണ്ടാകണം. അള്ളാഹു ആവേശത്തെ നിലനിർത്തി തരട്ടെ. നല്ല സന്തോഷമുള്ളവരാണ് ഇവിടെ വരുമ്പോൾ. അൽഹംദുലില്ലാഹ് നല്ല സ്നേഹം, സ്വീകരണം, ഭക്ഷണം. പക്ഷേ കാസർഗോഡ് ഭക്ഷണം മാത്രമേ എനിക്ക് പിടിക്കൂല. എന്താണെന്നറിയില്ല. ഞാൻ കൊണ്ട് ഒരിടത്തുനിന്ന് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കൂല. പക്ഷെ ഇന്ന് ബഷീർക്കാടെ വീട്ടിൽ നല്ല ഭക്ഷണമായിരുന്നു. ബഷീർ നല്ല അള്ളാഹു ആ കുടുംബത്തിന് ഐശ്വര്യം ചൊരിയട്ടെ, അനുഗ്രഹം ചൊരിയട്ടെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ ഭക്ഷണം തഴവ ഉസ്താദ് തന്നെ പാടിയിട്ടുണ്ട് അല്ലേ? കാസർഗോഡ് ഏറ്റവും കൂടുതൽ വാള് പറഞ്ഞ ആളാണ് തഴവ ഉസ്താദ്. നിമിഷ കവിയാണ്. തഴവ ഉസ്താദ് പോലും പറഞ്ഞത് വാളിന് പറ്റിയ നാട് കാസർഗോഡാ, കൂട്ടാന്റെ കാര്യം തമ്പുരാനെ പാടാ. തഴവ ഉസ്താദ് പാടിയെന്നാണ്. ഇങ്ങോട്ട് വരുമ്പോ ഭക്ഷണ ശൈലിയൊക്കെ മാറും. വാളിന് പറ്റിയ നാട് കാസർഗോഡാ, കൂട്ടാന്റെ കാര്യം തമ്പുരാനെ പാടാ എന്ന് മഹാനായ തടവ് ഉസ്താദിനെ അല്ലാഹു മർക്കദ. അള്ളാഹു മഹാനവർക്കുള്ള ഖബറുകൾ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ വീടിന്റെ ഉള്ളിലാണ് ആദ്യം നമ്മൾ പരിവർത്തനം ഉണ്ടാക്കണം. നാട്ടിലല്ല. നമ്മുടെ വീട് മാറിയാൽ, ഒരു മഹലിലെ മുഴുവൻ വീടുകൾ മാറിയാൽ ആ മഹലിൽ മുഴുവൻ നന്നായി. അപ്പൊ ആദ്യം ഉണ്ടാവേണ്ടത് നമ്മുടെ വീടിന്റെ ഉള്ളിലാണ്. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ ചെയ്യണം. അള്ളാഹു നമുക്ക് അനുഗ്രഹം നൽകട്ടെ. ആമീൻ പറ. നമ്മുടെ വീട് പിശാചിന്റെ വീടാവരുത്. നമ്മുടെ വീട് പിശാചിന്റെ വീട്. അതിനെന്ത് ചെയ്യണം? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കപ്പറ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എല്ലാത്തിന്റെ അടിസ്ഥാനം വീടാണ്. ഞാൻ അവസാനം വരെ പറയാം. ബക്കറ്റൂരൊന്നും ഇല്ലേ? ലാസ്റ്റ് ഉള്ള അജീറ ബക്കറ്റൂരും ഇല്ലേ? എപ്പോഴാ ലാസ്റ്റ്? കായുണ്ടെന്ന് തോന്നണട്ട. തിരുവൊന്നും വേണ്ട. അല്ലാഹു നിലനിർത്തി തരട്ടെ. അത് ഇങ്ങനെ വെച്ചാൽ നമുക്ക് വിഷയം പറയാൻ എളുപ്പമാണ്. ഇതിന്റെ ഇടയിൽ പിരിവ് ഒക്കെ ആയി കഴിയുമ്പോൾ വിഷയം മാറിപ്പോകും. ഒന്ന്, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പറയും ഉസ്താദന്മാരൊക്കെ ഒത്തിരി വാള് പറയാം, എന്നാലും നമുക്കിത് മനസ്സിലാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആദ്യം നിങ്ങളുടെ വീട് ലാ തജ്അലു ബുയൂതകും മഖാബിറ, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ മഖബറകളാക്കരുത്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കപ്പറ, ലാ തജ്അലു ബുയൂതകും മഖാബിറ, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ മഖബറകളാക്കരുത്. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അല്ലോ ഖബറൊന്നും കെട്ടരുതെന്നാണ് അതിന്റെ അർത്ഥം. എന്താ അതിന്റെ അർത്ഥം? ഇപ്പോഴോ വാക്ക് പറഞ്ഞ ലാ തജ്അലു ബുയൂതകും മഖാബിറ, എന്ന് നിങ്ങളുടെ വീടുകളെ നിങ്ങൾ മഖബറകളാക്കരുത്. ഓരോരുത്തരും വീട് കെട്ടിവെച്ചാൽ മാത്രം പോരാ, ഭാര്യക്കും മക്കൾക്കും താമസിക്കാൻ കൊടുത്താൽ മാത്രം പോരാ. നബി ഹുറൈറ റളിയല്ലാഹു തആല സഹീഹ് മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാൻ ലാ തജ്അലു ബുയൂതകും മഖാബിറ, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ശ്മശാനമാക്കരുത്. എന്ന് പറഞ്ഞാൽ ഖബർസ്ഥാനിൽ പോയാൽ നിശബ്ദതയാണ്. എല്ലാവരോടും ചുമ്മാ കിടക്കും, ഒരനക്കം ഉണ്ടാവില്ല. നിങ്ങളുടെ വീടുകളിൽ ഒരനക്കമില്ലാതെ, ഒരു ദിക്റില്ലാതെ, ഒരു സ്വലാത്തില്ലാതെ, ഒരു ഖുർആൻ ഇല്ലാതെ മയ്യത്തുകൾ കിടന്നുറങ്ങണ ഭൂമി പോലെ നിങ്ങളുടെ വീടാവാൻ പാടില്ല. യഥാർത്ഥത്തിൽ നമ്മുടെ വീട് ഇപ്പൊ അങ്ങനെയല്ലേ? യാസീൻ ഓതാൻ എത്ര വീടുണ്ട്? നമ്മൾ സാധാരണ ശ്രദ്ധിച്ചു കേട്ടോളീൻ, നമ്മുടെ കുട്ടികൾ ഇന്ന് പിശാചിന്റെ നടുവിലാണ്. ലാപ്ടോപ്പുകൾ, മൊബൈലുകൾ, വാട്സപ്പുകൾ. കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞു, ഉസ്താദേ, എന്റെ മോൾ വേറെ ചെറുപ്പക്കാരന്റെ, ലണ്ടനിലുള്ള ചെറുപ്പക്കാരനുമായി ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട് അവൾ ഒളിച്ചോടി. അയാളോ വിദ്യാഭ്യാസ വകുപ്പിലെ വലിയ ഉദ്യോഗസ്ഥൻ. അങ്ങനെയാണ്. ഈ പണ്ടുപോലെ ആളുകൾ, ഈ മുസ്ലിയാക്കന്മാര് മൺവെട്ടി മാതിരിയാണ്. ഇങ്ങോട്ടേ വലിക്കുള്ളൂ. വെട്ടുക മാടത്ത് ഇങ്ങോട്ട് വലിക്കും. ഇപ്പൊ അതൊക്കെ മാറി. ഇപ്പൊ മുസ്ലിയാക്കന്മാര് JCB ആണ്. ഇങ്ങോട്ടും വലിക്കും, അങ്ങോട്ടും തള്ളും.
അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. എല്ലാവരും ഒരു നല്ല സദക്ക ഇൻഷാ അല്ലാഹ്, അതിന് 3 സ്വലാത്തിൽ നമുക്ക് ഈ വിഷയം പറഞ്ഞു തീർക്കാം ഇൻഷാ അല്ലാഹ്. അവസാനം ഒരു നല്ല ദുആയോടുകൂടി സദസ്സ് പിരിയണം. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ആ ഹദീസ് പറയുന്നത് അദ്ദേഹത്തോട് പറഞ്ഞു, ഉസ്താദേ ഇത്രയേറെ വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥനായിട്ടും ഞാൻ എന്റെ റൂമിന്റെ അപ്പുറത്തിരിക്കുമ്പോ എന്റെ മകള് ലണ്ടനിലുള്ള ചെറുപ്പക്കാരുമായി ചാറ്റ് ചെയ്യുന്നത് ഒരു റൂമിന്റെ ഭിത്തിയുടെ അപ്പുറത്തിരിക്കുന്ന എനിക്കറിയാൻ കഴിഞ്ഞില്ല. പാതിരാ സമയത്ത് മാതാപിതാക്കൾ ഉറങ്ങിക്കഴിയുമ്പോ ഫേസ്ബുക്കിലൂടെ വാട്സപ്പിലൂടെ കാമുകന്മാരുമായി ചാറ്റ് ചെയ്യുന്ന മക്കളുടെ കാലം ഹബീബായ നബി തങ്ങൾ പറയാ, ഓരോ ഗൃഹനാഥന്മാരോട് ഞാനും നിങ്ങളും അടക്കമുള്ളവർക്ക് ഉത്തരവാദിത്വമുണ്ട്. ലാ തജഅലൂ ബുയൂതകും മഖാബിറാ, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ മക്ബറകൾ പോലെ ആവരുത്, ശ്മശാനങ്ങളെ പോലെ. ഒരു ഖുർആനോടാണ് ദിക്റല്ലാതെ സ്വലാത്തുതല്ലാതെ നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ശ്മശാന ഭൂമികളാക്കരുത്. പ്രിയപ്പെട്ട ഉമ്മമാരെ, മഗ്‌രിബിന്റെ സമയമാകുമ്പോ മക്കളെ കൊണ്ട് സൂറത്തുൽ വാഖിഅ ഓതിപ്പിക്കണം. സുബഹി നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ സൂറത്ത് യാസീൻ ഓതണം. ഏത് സമയത്തും നമ്മുടെ വീടിന്റെ ഉള്ളിൽ നിന്ന് ദിക്റുകൾ കേൾക്കണം, സലാത്തുകൾ കേൾക്കണം. പണ്ടൊക്കെ മാരകമായ രോഗങ്ങളൊന്നും നമ്മൾ കേട്ടിട്ടില്ലല്ലോ. ഒരു കാലത്ത് ഈ കാസർഗോഡുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പമാര് ജീവിച്ചിരുന്നപ്പോ അവര് നമ്മുടെ വീടുകളിൽ സന്ധ്യാസമയമാകുമ്പോ നഫീസത്തുമാല അവരൊക്കെ ബിസ്മിയും ഹംദും സലാത്തും നൽസലാമും മുന്നേ ഇല്ലിനെ ഫീസത്തുമാല ഞാൻ തുടങ്ങിയിരുന്നേ. മഹതിമാരുടെ മഹാന്മാരുടെ കാര്യങ്ങൾ പാടിപ്പുകത്തിയപ്പോ ഓരോ സുബഹി കഴിഞ്ഞിട്ട് യാസീനോതുന്ന വീടുകളിൽ അവിടെ ദാരിദ്ര്യം പെടുകയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോ, നമ്മുടെ പ്രിയപ്പെട്ട പെൺമക്കൾ വഴിതെറ്റി പോകുമ്പോ +1 പഠിക്കുന്ന കുട്ടി, +2 പഠിക്കുന്ന കുട്ടി കല്യാണത്തിന്റെ തലേ ദിവസം അവള് ഒളിച്ചോടുമ്പോ നമ്മളൊക്കെ പറയാ അവളെ പിശാച് വഴിതെറ്റിച്ചു പോയി. ഒരേ ഒരു ഹദീസ് പറയട്ടെയോ, നമ്മുടെ വീടുകൾ പിശാചുകളുടെ ഭവനങ്ങളാവരുത്. നമ്മുടെ പെൺമക്കളെ വഴിതെറ്റിക്കുന്ന, നമ്മുടെ ആൺമക്കളെ മദ്യപാനികളാക്കുന്ന, അവരുടെ ഹൃദയത്തിലേക്ക് വസ്വാസ് കൊടുക്കുന്ന ഓരോ രീതിയിൽ നമ്മുടെ മക്കൾ വഴിതെറ്റാനുള്ള കാരണമേതാ? നമ്മുടെ വീടുകളിലെ പിശാചുക്കളുടെ വാസസ്ഥലമായതാ. വളരെ ഗൗരവത്തോടെ ചിന്തിക്കണേ. ഇതേവരെ പർദ്ദയിടുന്ന പെൺകുട്ടികള് കുറെ ക്രീം ജീൻസ് ഇടുന്നു, ടീഷർട്ട് ഇടുന്നു. എന്താ കാരണമേറോ? അതൊക്കെ പിശാച് നയിക്കുന്ന ദുർബോധനങ്ങളാണ്. അള്ളാഹു സൃഷ്ടിച്ച കോലത്തിൽ നിന്ന് മാറി സഞ്ചരിക്കുക. ഇതിനൊക്കെ ഒരു പരിഹാരമേടാ. അള്ളാന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാ, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ശ്മശാനങ്ങളാക്കരുത്. ഏതെങ്കിലും ഒരു വീട്ടിൽ സൂറത്തുൽ ബഖറ പാരായണം ചെയ്താൽ ഇന്ന ശൈത്താന യൻഫുറു, പിശാച് പേ പിടിച്ചതുപോലെ ഓടി ഒളിക്കും. ഏതെങ്കിലും ഒരു വീട്ടിൽ സൂറത്തുൽ ബഖറ പാരായണം ചെയ്താൽ ആ വീട്ടിൽ പിന്നെ പിശാചിന്റെ സാന്നിധ്യം ഉണ്ടാവില്ല. ഏത് വീട്ടിലാണ് ബഖറ പാരായണം ചെയ്യാറുള്ളത്? ഉസ്താദേ, സൂറത്തുൽ ബഖറയൊക്കെ വലിയ സൂറത്തല്ലേ? 7 മണി മുതൽ 10:30 മണി വരെ സീരിയൽ കാണുന്നവള് 3.5 മണിക്കൂർ കഴിഞ്ഞില്ല മോന്. ഞായറാഴ്ചകളിൽ വീടുകളിൽ നിന്നിട്ട് തൊലിയുരുന്ന പെണ്ണിന്റെ സിനിമ കാണുന്നവള് യഥാർത്ഥത്തിൽ സിനിമ കണ്ടിട്ട് എന്താ ബോധമുള്ളത്? കള്ളു കുടിക്കാൻ പഠിപ്പിച്ചതാരാ സിനിമ? കഞ്ചാവ് വലിക്കാൻ പ്രേരിപ്പിച്ചതാരാ സിനിമ? പെണ്ണിനെ കണ്ടാൽ കാമം തോത്തുന്ന പാട്ടുപാടാൻ പഠിപ്പിച്ചതാരാ സിനിമ? ബാങ്ക് കൊള്ളയെടുക്കാൻ ഉപായം പറഞ്ഞു തന്നതാരാ സിനിമ? ഒരു പെണ്ണിനെ കടന്നു പിടിച്ച് കുത്തിക്കൊന്നിട്ട് ഒരു ചെറുപ്പക്കാരനെ കൊന്നിട്ട് വിദഗ്ധമായി ഒളിപ്പിക്കാൻ തന്ത്രം പഠിപ്പിച്ചു തന്ന മാധ്യമമേതാ സിനിമ? ഇത് മുഴുവനും നമ്മൾ
നമ്മുടെ മക്കളെ കാണിപ്പിക്കുമ്പോ 2 മണിക്കൂറൊക്കെ നമ്മുടെ മക്കള് ഈ തമ്മാടിത്തരം കാണിക്കുമ്പോ ഒരു ദിവസം നിനക്ക് ഒരു 3/4 മണിക്കൂറുണ്ടെങ്കിൽ സൂറത്തുൽ ബഖറ ഓതാ. ഏതെങ്കിലും ഒരു വീട്ടില് സൂറത്തുൽ ബഖറ നിത്യവും പാരായണം ചെയ്താൽ അവിടെ പിശാചിന്റെ വാസസ്ഥലമാവില്ലെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് ഈ വാത് കേട്ടിട്ടും മുതൽ ഓരോ ദിവസവും നമ്മുടെ വീട്ടില് ബഖറ ഓതണം. ചെറുപ്പക്കാരെ, ഭർത്താക്കന്മാരെ, നിങ്ങളോട് നിനക്ക് പറയാനുണ്ട്. ബഹുമാനപ്പെട്ട ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന സഹീഹായ ഹദീസിൽ കാണാം, ഇദാ ദഖല റജുലു ബൈതഹു, ഏതെങ്കിലും ഒരു പുരുഷൻ അവന്റെ വീട്ടിലോട്ട് കയറി, വീട്ടിലോട്ട് വന്ന് കയറിയ ഉടനെ അവൻ അല്ലാഹുവിനെ ദിക്ർ ചെയ്തു. അവൻ കയറി അൽഹംദുലില്ലാഹ്, അവൻ അല്ലാഹുവിനെ ദിക്ർ ചെയ്തു. എന്നിട്ടാണ് അവൻ അങ്ങോട്ട് കയറിയതെങ്കിൽ അവൻ വീട്ടിലോട്ട് കയറിയപ്പോഴും രാത്രിയിൽ വീട്ടിൽ പണിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് കയറിയ ഉടനെ അവൻ വീട്ടിൽ കയറിയിട്ട് പറഞ്ഞു അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞ് വീട്ടിൽ കയറി. അത്താഴം ഭാര്യ വിളിച്ചു വിളമ്പിയപ്പോ അത്താഴം കഴിക്കുന്ന സമയത്ത് അവൻ വീണ്ടും അല്ലാഹുവിന്റെ ദിക്ർ പറഞ്ഞു ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞിട്ട് അവൻ 2 പ്രാവശ്യം ആ ഗൃഹനാഥൻ അല്ലാഹുവിന്റെ പേര് പറഞ്ഞാൽ വീട്ടിലിരിക്കുന്ന പിശാച് തന്റെ കൂട്ടാളികളോട് വിളിച്ചു പറയും, കൂട്ടാളികളെ, ആ മനുഷ്യൻ അല്ലാഹുവിന്റെ ദിക്ർ പറഞ്ഞിരിക്കുകയാ. ലാ മബീത ലക്കും വലാ അശാ, ലാ മബീത ലക്കും വലാ അശാ. ഇന്ന് നമുക്കിവിടെ താമസിക്കാനും പറ്റില്ല, ഇന്ന് നമുക്കിവിടെ ഭക്ഷണവുമില്ല. കാരണം കയറിയപ്പോഴും ദിക്ർ പറഞ്ഞു, ഭക്ഷണം കഴിച്ചപ്പോഴും ദിക്ർ പറഞ്ഞു. ആ സമയത്ത് ഓരോ വീട്ടിലും രാത്രിയിൽ പിശാചുക്കൾ കിടക്കാൻ വരും. ഒരു ഗൃഹനാഥനായ പുരുഷൻ ദിക്ർ പറയും, അവന്റെ രാപ്പാർക്കലില്ലാതാവും. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അശായിന്റെ രാത്രി ഭക്ഷണം കഴിക്കുമ്പോ അല്ലാഹുവിന്റെ ദിക്ർ പറഞ്ഞാൽ അതോടൊപ്പം അവന്റെ ഭക്ഷണവും ഇല്ലാതാവുമെന്ന്. അതല്ല, ഒരു മനുഷ്യൻ വീട്ടിലോട്ട് കയറി, അല്ലാഹുവിന്റെ പേരവൻ പറഞ്ഞില്ല, കയറിയപ്പോ പേര് പറഞ്ഞില്ല. അപ്പൊ പിശാച് വിളിച്ചു പറയും, കൂട്ടുകാരെ, ഇന്ന് നിങ്ങൾക്ക് ഇവിടെ രാത്രി താമസിക്കാം, പക്ഷേ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബിസ്മില്ലാ എന്ന് പറഞ്ഞാൽ അവൻ വിളിച്ചു പറയും, കൂട്ടുകാരെ, ഇന്ന് ഈ വീട്ടിൽ കിടക്കാനേ നമുക്ക് സൗകര്യമുള്ളൂ. ഇന്ന് നമുക്കിവിടെ ഭക്ഷണമില്ല. അതുകൊണ്ട് ഓരോരുത്തരോടും നമ്മുടെ വീടുകൾ അല്ലാഹുവിന്റെ ദിക്റുകളുടെ ഭവനങ്ങളായി മാറണം. വീട്ടിലോട്ട് കയറുമ്പോ ദിക്ർ പറയണം, ഭക്ഷണം കഴിക്കുമ്പോ ദിക്ർ പറയണം. പിശാചിനെ വീട്ടിൽ നിന്ന് നാട്ടിയോടിക്കണം. നമ്മുടെ ഇന്നത്തെ മക്കളോട് +1 പഠിക്കുന്ന പെൺകുട്ടിയോട്, മോളെ അവന്റെ കൂടെ പോകരുത്, വാപ്പാടെ കാര്യം നോക്കിയാ മതി, എനിക്കിപ്പോ പ്രായബുദ്ധിയായി, ഇല്ലെങ്കിൽ ഞാൻ വനിതാ കമ്മീഷന്റെ വാപ്പയ്ക്കെതിരെ കേസ് കൊടുക്കും. ആരാ പറയുന്ന തലമുറ? നിങ്ങൾ പൊട്ടിച്ചിരിക്കണ്ട. കേരളത്തിലെ പ്രധാനപ്പെട്ട റിയാലിറ്റി ഷോയില് ഒരു പെണ്ണിന് അവിഹിത ബന്ധമുണ്ടെന്ന് പറഞ്ഞ് കോടതിയിലെത്തിയപ്പോ ആ പെണ്ണ് പറഞ്ഞത്, ഉമ്മയുടെ കാര്യം നോക്കിയാൽ മതി, എനിക്ക് എന്റെ കാര്യം നോക്കാൻ അറിയാം. എങ്ങനെയാണ് നമ്മുടെ മക്കൾ ഇങ്ങനെ പോയത്? ഒരു കാലത്ത് വാപ്പാടെ മുമ്പിലൂടെ നടക്കാത്ത മക്കൾ കണ്ടാൽ പുറകുവശത്തെ വാതിലിലൂടെ ബഹുമാനത്തോടെ ഇറങ്ങിപ്പോയ മക്കൾ. ഇന്ന് മക്കൾ എഴുന്നേറ്റ് നിന്ന് വനിതാ കമ്മീഷൻ പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കുമ്പോ എവിടെയാണ് തെറ്റുപറ്റിയത്? ലോകത്തിന്റെ പുരോഗതിയല്ല, കണ്ണു വന്ന വിവര സാങ്കേതിക വിദ്യയല്ല, നമ്മുടെ കാരണവന്മാര് വീട്ടിൽ വെച്ചിരുന്ന നന്മകളില്ലാതായി. പണ്ട് കാലത്ത് നമ്മളൊക്കെ കേട്ട് വളർന്ന വീട്ടിലെ ശബ്ദമേതാ? തൊട്ടിലിൽ കിടക്കുമ്പോൾ നമ്മൾ കേട്ട പാട്ടേതാ? അലാ ഇലാഹ ഇല്ലല്ലാഹു, അലാ ഇലാഹ ഇല്ലല്ലാഹ്, അലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്.
തൊട്ടിലിൽ കിടന്ന് അമ്മിഞ്ഞപ്പാല് വയറ് നിറച്ചു കുളിച്ചിട്ട് കവലിലൂടെ ഒലിച്ചിറങ്ങി ആ കൊട്ടിലിൽ കൊണ്ടുപോയി കിടത്തിയപ്പോ ഉമ്മാന്റെ ചെഞ്ചുണ്ടിൽ നിന്ന് താരാട്ട് പാട്ട് കേട്ടത് അല്ലാഹുവിന്റെ ജലാലിയത്തിന്റെ ഇസ്മ, അവന്റെ ജമാലിയത്തിന്റെ പേരാ നമ്മുടെ ഹൃദയത്തിലോട്ട് അങ്ങ് തളച്ചു കയറി. ഉമ്മ ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമല്ല, പിന്നെ താരാട്ട് പാടി ഉമ്മ കൊച്ചിനെ ഉറക്കാൻ പഠിപ്പിച്ചു തന്നത് സൂപ്പർമാന്റെ കഥയല്ല, ടോം ആൻഡ് ജെറിയുടെ കാർട്ടൂണല്ല, ഉറങ്ങാൻ വാപ്പ വെച്ചു കൊടുത്തത് ഏതെങ്കിലും ഡൂഡി ആർമിയുടെ കോമഡി സീരിയലല്ല, ഡൂഡി ആർമിയുടെ ഗെയിമുകളല്ല. പിന്നെ ഉമ്മ തട്ടിലി കിടന്നപ്പോ നമ്മളോട് പറഞ്ഞത് രാമോനെ വീരനാമലിയാരുടെ വീരകഥകൾ കേൾക്കണം, വീരനായി നീ വളരണം ആരംഭ പുനനാരമേ. ഉമ്മ തൊട്ടിലി കിടന്നപ്പോഴേ ചെവിയിൽ വെച്ച് പറഞ്ഞത് ഖൈബറിന്റെ മുത്ത് അലിയയാണ്, ഫാത്തിമയുടെ ഭർത്താവലിയാണ്. ആ ചരിത്ര പദങ്ങൾ പിഞ്ചിളം പ്രായത്തിലെ നെഞ്ചിൽ ചേർത്ത് വളർത്തിയ മക്കള് ഉപ്പാന്റെ മുമ്പിലൂടെ നടന്നിട്ടില്ല മോനെ. അതുകൊണ്ട് ഞാൻ എനിക്കും നിങ്ങളോട് പറയാനുള്ളത് ലാ തജ്അലൂ ബുയൂതകും മഖാബിറാ, നമ്മുടെ വീടുകളെ ശ്മശാനങ്ങളാവരുത്. മഗ്രിബ് കഴിഞ്ഞ് മക്കളെ ഇരുത്തണം, എന്നിട്ട് ഇരുത്തിയിട്ട് അവരോട് പറയണം മക്കള് അപ്പുറത്തെ വീട്ടിലെ ഹിന്ദുവിന്റെ വീട് കണ്ടോ, അവിടെ തലമുതിർന്ന അമ്മ എഴുന്നേറ്റ് കുളിച്ചിട്ട് തുളസിക്കതിര് മടിയിൽ ചൂടി ആ വീട്ടിലെ മുഴുവൻ കൊച്ചുമക്കളെയും ഇരുത്തി നിലവിളക്ക് കൊളുത്തി ആ വീട്ടിലെ മുത്തശ്ശി അമ്മ ഇരുന്നിട്ട് സന്ധ്യാനാമം ജപിക്കുന്നത് കണ്ടോ മക്കളെ. ആ അമ്മയുടെ ചുറ്റുഭാഗത്ത് കൊച്ചുമക്കൾ ഇരിക്കുന്നു, അമ്മയുടെ മരുമകൾ ഇരിക്കുന്നു, സന്ധ്യക്ക് ഐശ്വര്യം വരുമെന്നവര് കരുതുന്നു. എന്നിട്ട് അവര് വട്ടത്തിലിരുന്നിട്ട് വീട്ടിലെ തലമുതിർന്ന അമ്മ പാടിക്കൊടുക്കുന്നു രാമ 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 പാകിമ, രാമപാദം ചേരണേ മുകുന്ദ രാമ പാകിമ, രാവണാന്തക മുകുന്ദ രാമ രാമ പാകിമ, കട്ടിമുട്ടി നായക പുരുന്ദരാതി സേവിത, കട്ടതകൾ നീക്കി നീ അനുഗ്രഹിക്ക സാദര, കട്ടിവാരിതേ ജയാ മുകുന്ദ രാമ പാകിമ. സന്ധ്യക്കിരുന്നിട്ട് ഹൈന്ദവ സഹോദരങ്ങള് ഞങ്ങളുടെ കട്ടതകൾ മാറ്റണേന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ടോ മക്കളെ. സുബഹിന്റെ ബാങ്ക് മുണങ്ങിയപ്പോ നമ്മുടെ വീട്ടില് മക്കളെ എഴുന്നേൽപ്പിക്കണം. മക്കളെ അപ്പുറത്ത് നിന്ന് സുബഹി കേട്ടു, ഇപ്പുറത്ത് നിന്ന് അമ്പലത്തിൽ നിന്ന് കേട്ടു. കൗസല്യ സുപ്രജാ രാമപൂർവ സന്ധ്യാപ്രവർത്തതേ ഉത്തിഷ്ഠ നരശാതുലം കർത്തവ്യം ദൈവമാന്തിതം, ഉത്തിഷ്ഠോദിഷ്ഠ ഗോവിന്ദ ഉത്തിഷ്ഠ ഗരുഡധ്വജ, ഉത്തിഷ്ഠ കമലാകാന്ത പ്രൈലോക്യം മംഗളം ഗുരു, കമലാകുജ തിന്ദിന കുങ്കുമതോ നിയതാതുനി താതുല നീലധനോ. മക്കളെ ഭക്തിയുടെ സമയമായി എഴുന്നേക്ക് മക്കളെ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു ഒരു കുടുംബത്തിന് അല്ലാഹു ഐശ്വര്യം ചൊരിയട്ടെ, അല്ലാഹു നമ്മുടെ കുടുംബത്തെ അങ്ങനെ ആക്കട്ടെ. പള്ളിയിൽ സുബഹിന്റെ ബാങ്ക് കേട്ടപ്പോ ഭാര്യ എഴുന്നേറ്റ് നോക്കുമ്പോ ഭർത്താവ് ഉറക്കമാണ്, കുലുക്കി വിളിച്ചിട്ട് എഴുന്നേറ്റില്ല. അടുക്കളയിൽ പോയി വെള്ളം എടുത്തു കൊണ്ടുവന്ന് ഭർത്താവിന്റെ മുഖത്ത് തെളിച്ചിട്ട് എഴുന്നേക്ക്, അല്ലാഹുവിന്റെ സുബഹിന്റെ ബാങ്ക് കേട്ടോന്നൊരു പെണ്ണ് പറഞ്ഞാൽ ഭർത്താവ് എഴുന്നേറ്റപ്പോ ഭാര്യ ഉറക്കത്തിലാണ്, കുലുക്കി വിളിച്ചിട്ട് അവൾ എഴുന്നേറ്റില്ല. ഭാര്യ എന്തിനു കുറ്റം പറയണം? നമ്മുടെ വീട്ടിൽ ആദ്യം എഴുന്നേക്കുന്നത് നമ്മുടെ ഉമ്മ, ഏറ്റവും അവസാനം കിടക്കുന്നത് നമ്മുടെ ഉമ്മ. ഭക്ഷണം വിളമ്പി തന്ന് നമ്മൾ ബെഡ്റൂമിൽ പോകുമ്പോ വിളമ്പിയ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് വീട് മുഴുവനും വൃത്തിയാക്കി അവസാനം കിടപ്പറയിൽ വന്നത് എന്റെ ഉമ്മയാണ്. അവള് ക്ഷീണത്തോടെ കിടക്കുമ്പോ കുലുക്കി വിളിച്ചിട്ട് അവൾ എഴുന്നേറ്റില്ല. അടുക്കളയിൽ പോയി വെള്ളം എടുത്തു കൊണ്ടുവന്ന് ഭാര്യയുടെ മുഖത്ത് തെളിച്ചിട്ടു ജമാഅത്തായിട്ട് സുബഹി നിസ്കരിച്ച ഭാര്യ ഭർത്താക്കന്മാർ ആ വീട്ടിൽ അല്ലാഹു കരുണ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മുടെ വീട് അനുഗ്രഹപൂരിതമാക്കട്ടെ. അല്ലാഹു ഒരു പിതാവിന് അല്ലാഹു അനുഗ്രഹം ചെയ്യട്ടെ. അവനവന്റെ വീടിന്റെ മുകളിൽ ഒരു കുടുംബത്തിൽ അല്ലാഹു അനുഗ്രഹം ചെയ്യട്ടെ. നമ്മുടെ വീട്ടിൽ നമ്മൾ ആ വലിയ റൂമിന്റെ മുകളിൽ തൂക്കിയിടാൻ എത്ര ഹാങ്ങിങ് ലൈറ്റ് ആണ് വാങ്ങിക്കുന്നത്. ബാംഗ്ലൂരും ദുബൈയിൽ നിന്ന് ലക്ഷത്തിന്റെ ലൈറ്റുകൾ നമ്മൾ തൂക്കിയിടാറുണ്ട്. ഹബീബായ നബി തങ്ങൾ പറയാ ഒരു കുടുംബത്തിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. ആ വീടിന്റെ ഉമ്മറപ്പടിയിൽ ഒരു ചൂരലവൻ തൂക്കിയിട്ടിട്ടുണ്ട്. തന്റെ മക്കളെ അതവ് പഠിപ്പിക്കാൻ ഒരു വടി കോന്തായത്തിൽ തൂക്കിയിട്ട വാപ്പക്ക് അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ എന്ന് നബി മുഹമ്മദ് മുസ്തഫ.
1.5 ലക്ഷത്തിന്റെ ലൈറ്റ് തൂക്കിയപ്പോ നമ്മൾ മറന്നുപോയത് വഴിതെറ്റിപ്പോയ മക്കളെ അടിക്കാൻ 2 രൂപയുടെ വള്ളിച്ചൂരൽ വാങ്ങിക്കാൻ നമ്മൾ മറന്നുപോയി. നിങ്ങൾക്ക് മനസ്സിലാവണുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവണുണ്ടോ? എവിടെയാ നമുക്ക് പിഴച്ചത്? എവിടെയാ നമുക്ക് പിഴച്ചത്? പണ്ട് വാപ്പ തല്ലി വളർത്തി. കാരണം അന്ന് 16 മക്കളുണ്ട് വാപ്പാക്ക്. മക്കളുണ്ടാണ് ഓമയ്ക്ക കുത്തിയിടുമ്പോലെ പപ്പായ കുത്തി ഒന്നീ കുത്തിയ പലത് ചാടും. അമ്മാതിരി മക്കളുണ്ടായി. ഇന്ന് വീച്ചു അവർച്ചു, നാം 2 നമുക്ക് 2. ചിലർക്ക് ബറക്കത്തിന് വേണ്ടി മുറിയുള്ളൂ, അടിക്കൂല പിടിക്കൂല. അള്ളാന്റെ റസൂല് പറഞ്ഞൊരു വടി തൂക്കിയിട്ട വാപ്പ അള്ളാഹു ബറക്കത്ത്. എന്റെ വീട്ടിൽ 4 ചൂരല, അപ്പൊ 4 അനുഗ്രഹമാണ്. നമ്മളും അടിക്കൂല, പള്ളിക്കലെ മൂലയിൽ അടിച്ചാൽ അങ്ങേരെ നമ്മൾ മഹലിന്ന് പുറത്താകും. ഞാൻ ബോൺവിറ്റയും ബൂസ്റ്റും കൊടുത്ത് വളർത്തണം, എന്റെ കുട്ടി അടിക്കാൻ നീ ആരുടെ മൂലിയാര്? മൂലിയാർ അടി കൊടുത്താൽ മൂലിയാർ വന്നാവാന് മൂലിയാർ പടിക്ക് പുറത്ത്. ആർക്ക് നഷ്ടം? ആർക്ക് നഷ്ടം? എന്റെ പൊന്ന് സഹോദരങ്ങളെ, നമ്മൾ മക്കൾക്ക് കൊടുക്കേണ്ടത് ബൂസ്റ്റും ബോൺവിറ്റായി അല്ല, 1 കിലോ ഹോർലിക്സിലുള്ള മുഴുവൻ പോഷകാഹാരവും ഒരു ചക്കക്കുരുവിന്റെ ഉള്ളിലുണ്ട്. നമ്മൾ കൊടുക്കേണ്ടത് മക്കൾക്ക് കൊടുത്തിട്ട് അടി കൊടുക്കൂല. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? രാവിലെ പാലിൽ ഹോർലിക്സ് അണ്ണാക്കിലോട്ട് തള്ളിക്കയറ്റും. 1 കിലോ ഹോർലിക്സിൽ ഏതൊക്കെ വൈറ്റമിൻസ് ഉണ്ടോ ആ വൈറ്റമിൻസ് മുഴുവനും ഒരു ചക്കക്കുരുവിലുണ്ട്. നിങ്ങൾ ചോദിച്ചു നോക്കോ ഡോക്ടർമാരോട്. ആ ചക്കക്കുരു ഉണക്കി അതിന്റെ മുകളിലെ ബ്രൗൺ കളറുള്ള പാട തോല് കളയാതെ ഉണക്കി പൊടിച്ചു കൊടുത്താൽ 1 കിലോ ഹോർലിക്സിന്റെ മക്കാമിലാണ്. വക്കാമത്ത് മക്കാമ ഇല്ലത്തിം ഇല്ലത്തി. നമ്മൾ കൊടുക്കൂല. നമ്മൾ ഹോർലിക്സ് അവസാനം അവൻ 10 വയസ്സാകുമ്പോഴില്ല 40 ദിവസമായ ബ്രോയിലർ കോഴി മാതിരി അവൻ കമന്നൊന്ന് വീണ കാല് ഒടിയും കൈ ഒടിയും. നമ്മുടെ ഉപ്പാപ്പ പ്ലാവിന്ന് വീണിട്ട് പോലും നഖം പോയിട്ടില്ല. കാരണം എല്ലിന് ബലമുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ വീട്ടിലൊരു വടി തൂക്കണം. എന്തിന്? നമ്മുടെ മക്കളെ തർബിയത്ത് ചെയ്യാൻ. സമയായോ? സമയായോ? നിങ്ങൾക്ക് രസം പിടിച്ചല്ലേ? വിഷയത്തിന്റെ പകുതിയായില്ല. അള്ളാഹു പറയാൻ ബോധം നൽകട്ടെ, അള്ളാഹു പറയാൻ തൗഫീക്ക് നൽകട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആദ്യം നിങ്ങളുടെ വീടുകളിൽ ബറക്കത്തുണ്ടാകണോ? നിങ്ങളുടെ വീടുകളില്ലാത്ത നിങ്ങളുടെ വീടുകളിൽ എപ്പോഴും അള്ളാഹുവിന്റെ ദിക്റുകൾ, ഖുർആനുകൾ, സലാത്തുകൾ, മഗ്രിബ് കഴിഞ്ഞ് മക്കളെ ഇരുത്തിയിട്ട് സലാത്ത് ചൊല്ലിക്കണം. ഇത് നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാക്കും. അള്ളാഹു തൗഫീക്ക് നൽകി. 2. അപ്പൊ 1 വിശദീകരിക്കാൻ സമയമില്ല, കുറെ സൂറത്തുകളൊക്കെ ഉണ്ട്. സൂറത്തുൽ ബഖറ ഓതണം. ശൈത്താൻ അവിടെ നിൽക്കൂല, ഓടും. നമ്മുടെ മക്കള് നല്ല രീതിയിലാവും. ദിവസവും ബഖറ ഓതണം വീട്ടിൽ. സഹീഹായ ഹദീസാണ്, റവാഹു മുസ്ലിം. 2, എല്ലാവരും പറയുന്ന ഒരു വലിയ കാര്യമുണ്ട്. ഉസ്താദേ, വീട്ടിൽ ഒരു ബറക്കത്തും ഇല്ല, ആകെ പ്രശ്നങ്ങളാണ്, പ്രയാസങ്ങളാണ്. ഏത് കച്ചവടം ചെയ്താലും രക്ഷപ്പെടില്ല, എന്ത് ചെയ്താലും സർവ്വതും പരാജയമാണ്. എന്താണ് ചെയ്യേണ്ടത് എന്ന് ഒരു പിടുത്തൂല ഉസ്താദേ എന്ന് പറയുന്ന ആളുകളുണ്ട്. ധാരാളം ആളുകൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് വീട്ടിലൊരു ബറക്കത്തില്ല. എന്താ കാരണം? ഇവിടെ എന്നെ നോക്ക്, എന്നേക്കാളും ഗ്ലാമറുള്ളവരൊക്കെ അവിടെ കാണുമെന്ന് നിങ്ങൾ നോക്കട്ടെ. ഇപ്പം നോക്കിയാൽ ഇപ്പം ഞാനാണ് ഇവിടുത്തെ മഹാനവറുകൾ. ഞാൻ പോയി കഴിയുമ്പോൾ ബാക്കി എല്ലാവരും ഇപ്പം ഇവിടെ വാതു പറയണ ഈ സാധു അങ്ങനെ നിങ്ങൾ കരുതിയാൽ മതി. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ വാതു പറയുമ്പോൾ അങ്ങനെയാണ്. ഞാൻ ആദ്യമായിട്ട് വാതു പറയാൻ വേണ്ടി സ്റ്റേജിൽ കയറി. അപ്പം എൻ്റെ ഉസ്താദുണ്ട് സദസ്സ്. ഞാൻ മീശ പൊടിച്ചിട്ടില്ല, ഹിഫ്ള് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം അന്നേ ഇച്ചിരി വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ട് അവിടുത്തെ നാട്ടുകാരൊരു പരിപാടി വെച്ചിട്ട് എൻ്റെ വാതു വെച്ചു. ഉദ്ഘാടനത്തിന് ഉസ്താദിനെ വിളിച്ചു. ഞാൻ എന്തായി, ഉസ്താദ് അവിടെ ഇരുന്നപ്പോൾ എനിക്കങ്ങ് ആകെ ബേജാറായി. ചക്ക കുഴയും പോലെ കുഴഞ്ഞു. അപ്പോൾ ഉസ്താദിനോട് ഞാൻ പറഞ്ഞു, ഉസ്താദെ എനിക്ക് പേടിയാവണം, ഉസ്താദുള്ള സദസ്സിൽ ഞാൻ എങ്ങനെയാ വാതു പറയാം? ഇപ്പൊ ഷാഫി ബാക്കി വേണം, ഒരു മുത്തലിമിനോട് സംസാരിക്കാൻ അവനെ പേടിയാവൂല. അള്ളാഹു നല്ല നാഫിയായി മുത്തലിങ്ങൾക്ക് കൊടുക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു, ഉസ്താദ് എനിക്ക് പേടിയാവണം, ഉസ്താദ് ഇരിക്കണ സദസ്യ സംസാരിക്കും. അപ്പൊ എന്റെ ഉസ്താദ് എന്നോട് പറഞ്ഞു, മോനെ നീ ഇപ്പൊ എന്നെ ഉസ്താദായിട്ട് കണക്കാക്കണ്ട, ഇപ്പൊ ഈ സദസ്സിലെ ഏറ്റവും വലിയ ആലിമ നീയാണ്. അതാണ് ഉസ്താദന്മാരുടെ ഗുണദേശം. അതുകൊണ്ട് നമുക്ക് ഒത്തിരി ഖൈറുണ്ടാവും. മോനെ നീ വഅ്ള് പറയാൻ കയറിയാ നീ പതറാതിരിക്കണമെങ്കിൽ ആ സദസ്സിലെ ഏറ്റവും വലിയ ആലിം അപ്പം നീയാണ് എന്ന് കരുതിയിട്ട് അങ്ങ് വഅ്ള് പറഞ്ഞോണു. ഞാൻ ഇന്നും അതുപോലെ തന്നെയാണ്. പിന്നെ അങ്ങോട്ടും പുറകോട്ടും നോക്കൂല, പോക്കാൻ നമുക്ക് അറിയില്ല, ഉള്ളത് കൊണ്ട് പറയാം. അള്ളാഹു നമ്മുടെ ഉസ്താദന്മാർക്ക് ആഫിയത്തോടുള്ള ആരോഗ്യത്തോടെ ദീർഘായുസ് നൽകട്ടെ, ആരോഗ്യത്തോടെ ദീർഘായുസ് നൽകട്ടെ.
എന്റെ ഉസ്താദ് ഒരു വലിയ മഹാനായിരുന്നു, ഒരു കറാഹത്ത് പോലും ചെയ്യാത്തൊരു മഹാൻ. അള്ളാഹു ഖബറിടം വിശാലമാക്കട്ടെ. ശൈഖുന പി കെ കോയ മൗലാന നവർ അല്ലാഹു മർഖദ. അള്ളാഹു ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്. രണ്ടാമത്, വീട്ടിൽ ഒരു ബറക്കത്തും ഇല്ല ഉസ്താദേ, ആകെ പ്രശ്നങ്ങളാണ്. ഒരാൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നു. ഇങ്ങോട്ട് നോക്കിക്കോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധം തരട്ടെ. ആർക്കെങ്കിലും അങ്ങനെ ബറക്കത്തില്ലെങ്കിൽ ഒന്ന് തിരിഞ്ഞു നോക്കിക്കോളൂ. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഒരാൾ വന്നിട്ട് അയാളോട് അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ അലി റളിയല്ലാഹു അൻഹു, സമയത്തിന്റെ പരിമിതി കൊണ്ട് പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോവുകയാണ്. വിഷയം അവസാനിപ്പിക്കേണ്ടതുണ്ട്. എനിക്ക് വളരെ ദൂരത്തേക്കൊരു യാത്ര പോകേണ്ടതുണ്ട്. അള്ളാഹു നമ്മുടെ ഇൽമിന് ബറക്കത്ത് തരട്ടെ. എത്ര പറഞ്ഞു എന്നല്ല, പറഞ്ഞത് കൊണ്ടൊരു പരിവർത്തനം ഉണ്ടാകണം. നാളെ ഈ സദസ്സിലിരുന്ന ഓരോരുത്തർക്കും മാറ്റമുണ്ടാകണം. അലി റളിയല്ലാഹു അൻഹു, എന്റെ വീട്ടിലൊരു ബറക്കത്തില്ല, എന്റെ റിസ്കിൽ എപ്പോഴും പ്രയാസങ്ങളാണ്, കച്ചവടത്തിന് ബറക്കത്തില്ല, എന്റെ വീട്ടില് സമാധാനമില്ല. അമീറുൽ മുഅ്മിനീൻ, എന്തെങ്കിലും ഒരു പോംവഴി പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചപ്പോ അമീറുൽ മുഅ്മിനീൻ അലി റളിയല്ലാഹു തആല അൻഹുവിനോട് തന്റെ വീട്ടില് ബറക്കത്തില്ല എന്ന് ആവരാതി പറഞ്ഞ ആ പുരുഷനോട് ചോദിച്ചു, പത്ര സഹോദരാ, നീ എപ്പോഴെങ്കിലും പൊട്ടിപ്പോയ ചീപ്പ് വെച്ചിട്ട് തല ചീവാറുണ്ടോ? നിന്റെ വീട്ടിലെ ബറക്കത്ത് നഷ്ടപ്പെടാനത് കാരണമായേക്കാ. ഓരോ കാരണങ്ങൾ ചോദിച്ചു. പൊട്ടിയ ചീപ്പ് വെച്ചിട്ട് തല ചീവാറുണ്ടോ? അയാൾ പറഞ്ഞു, ഞാൻ അങ്ങനെ തല ചീവാറില്ല. എന്നാൽ പൊട്ടിപ്പോയ പേന വെച്ച് എഴുതാറുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെ പൊട്ടിപ്പോയ പേന വെച്ച് എഴുതാറില്ല. വീണ്ടും അദ്ദേഹം ചോദിച്ചു, പത്രേ, ഇതൊക്കെ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവാനുള്ള കാരണങ്ങളാണ്. നീ വീട്ടിലെ മുതിർന്ന ആളുകളുടെ മുമ്പിലൂടെ ബഹുമാനമില്ലാതെ നടക്കാറുണ്ട് ചെറുപ്പക്കാരാ? അയാൾ പറഞ്ഞു, ഇല്ല, നമ്മുടെ വീട്ടിലെ മുതിർന്ന ആളുകൾ, ജേട്ടന്മാർ, നമ്മുടെ സഹോദരങ്ങൾ, വാപ്പാട, കൊച്ചാപ്പ, പൂത്താപ്പ, ഇതുപോലെയുള്ള ബഹുമാനിക്കപ്പെടേണ്ടവരുടെ മുമ്പിലൂടെ ബഹുമാനമില്ലാതെ നടക്കാറുണ്ടോ? അവരുടെ മുകളിൽ കയറി ഇരിക്കാറുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാറില്ല. ഓരോ കാരണങ്ങൾ ചോദിച്ചപ്പോ സാധാരണയായി ദാരിദ്ര്യവും പ്രയാസവും ഉണ്ടാകാനുള്ള കാരണം ചോദിച്ചു. അതിനെല്ലാം ഇല്ല, ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാറില്ല എന്ന് മറുപടി പറയവേ അവസാനം അലി റളിയല്ലാഹു തആല ചോദിച്ചു, പത്രേ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്റെ വീട്ടിൽ നിന്റെ മാതാപിതാക്കളെ നീ വേദനിപ്പിക്കാറുണ്ടോ? അയാള് ചോദ്യം കേട്ട് തലകുനിച്ചു നിന്നു. ബലായ അമീറുൽ മുഅ്മിനീൻ, എന്റെ മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിക്കാറുണ്ട്. നീ അവർക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ടോ? റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ എന്ന് നീ അവർക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ടോ? ഇല്ല, ഞാൻ അവർക്ക് വേണ്ടി ദുആ ചെയ്യാറില്ല. എന്നാൽ അതാണ് നിന്റെ ജീവിതത്തിലും നിന്റെ വീട്ടിലും അനുഗ്രഹങ്ങൾ ഉയർത്തപ്പെടാനുള്ള കാരണമെന്ന് അമീറുൽ മുഅ്മിനീനും അലി റളിയല്ലാഹു അൻഹു ഓരോ മക്കളായ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് പിറന്നവരോട് നീ എവിടെയൊക്കെ എത്തിയാലും, താൽക്കാലിക നിനക്ക് ഇപ്പൊ ഇത്ര അനുഗ്രഹം കിട്ടിയാലും, നമ്മുടെ വീടുകളിൽ അനുഗ്രഹം ഉണ്ടാവണോ? നമ്മുടെ വീട് എന്ന വിഷയവുമായി ബന്ധപ്പെട്ടു ആ വീടിന്റെ ഉള്ളിൽ മാതാപിതാക്കളുടെ മനസ്സ് വേദനിക്കരുത്, അവരെ വേദനിപ്പിക്കരുത്, അവരെ ദുഃഖിപ്പിക്കരുത്, അവരെ കണ്ണുനീര് വീഴ്ത്തരുത്. മാതാപിതാക്കളുടെ മനസ്സ് വേദനിച്ചാൽ ആ വീട്ടിൽ പിന്നെ ദാരിദ്ര്യം കരകയറില്ല, ആ വീട്ടിൽ പിന്നെ സമ്പത്തുണ്ടാവില്ല, ആ വീട്ടിൽ അല്ലാണ്ട് ബറക്കത്തുണ്ടാവില്ല. ഓരോ കാര്യങ്ങൾ എണ്ണി പറഞ്ഞാൽ ഈ സമയം നമുക്ക് പരിമിതമായി പോകും. അതുകൊണ്ട് സഹോദരങ്ങള്, വാക്കവി ഇത്രയേറെ അവസരയും വകവെക്കാതെ പറയുന്നത് ഇതുകൊണ്ടൊരു മാറ്റമുണ്ടാകണം. നാളെ ഒരു ഉമ്മയുടെ ഹൃദയം സന്തോഷിക്കണം. പ്രിയപ്പെട്ട ഉമ്മ എന്ന് എന്റെ കാസറ്റ് കേട്ടിട്ടു എത്രയോ ഉമ്മമാരാണ് പറഞ്ഞത് വാക്കവി. അത് കേട്ടിട്ട് എന്റെ മക്കൾ എന്നോട് വന്ന് പൊരുത്തം തോന്നിച്ചു. അതേപോലൊരു സദസ് ഇവിടെ ഉണ്ടാകണം. എങ്ങനെയാണ് ഉമ്മയെ ദ്രോഹിക്കുന്നത്? എങ്ങനെയാണ് ഉമ്മയെ കരയിപ്പിക്കുന്നത്? പൊന്നുമോനെ, ഉമ്മയെ മറക്കാൻ കഴിയോ? സാക്ഷാൽ ഡൊണാൾഡ് ട്രംപിന്റെ 7 സ്റ്റാർ സൗകര്യമുള്ള ഹോട്ടലിൽ പോയിട്ടതിന്റെ പരിപരുത്ത ഏറെ നനുനനുത്ത മെത്തയിൽ കിടക്കുന്നതിനേക്കാൾ വലിയ സുഖം എനിക്ക് തന്നത് ഏറ്റവും വലിയ മെത്തയേറാ.
ദാഹിച്ച് നിലവിളിച്ചു. അമ്മിഞ്ഞ പാലിന് വേണ്ടി കരഞ്ഞിട്ടു. ഉമ്മാന്റെ മാറിടത്തിൽ നിന്ന് അമ്മിഞ്ഞ പാല് കുടിച്ചു. അവസാനം വയറ് നിറഞ്ഞു കഴിയുമ്പോ ആ സമയത്ത് ഉമ്മാന്റെ മാറിടത്തിന്റെ ഇടയിലേക്ക് ആ ചെറു ചൂടിലേക്ക് മുഖം ചേർത്ത് വെച്ചു. തോളിലേക്ക് ചാഞ്ഞു കിടക്കുമ്പോ ആ സമയത്ത് ഞാൻ അനുഭവിച്ച മൃദുലതയേക്കാൾ വലിയൊരു മൃദുലതയുള്ള പട്ടുമത്ത ഞാൻ എന്റെ ജീവിതത്തിൽ കിടന്നിട്ടില്ല. അവരെത്ര രാത്രി നിനക്കുറക്കമൊടിച്ചതാ, അവർക്കുള്ള നെഞ്ചും മെത്ത പോൽ വിരിച്ചിട്ടതാ. ഉമ്മാന്റെ മെത്തുമ്മാന്റെ നെഞ്ചല്ലേ നമ്മുടെ ആദ്യത്തെ മെത്ത. പൊന്നുമോനെ, ഉമ്മ എങ്ങനെയാണ് മറക്കുന്നത്? അവര് നമുക്ക് വേണ്ടി എത്രയോ കട്ടപ്പാട് സഹിച്ചതാ. അവർക്കുള്ള നിനക്കായ വർക്കളെ ഞങ്ങളെന്ത് സഹിച്ചതാ, അതുപോലെ തന്നവരെന്ത് ദുഃഖം തിന്നതാ. നിനക്കുള്ള രോദനമാൾ അവർ വിങ്ങുന്നതാ. കരയാത്ത കണ്ണും കരകവിഞ്ഞൊഴുകുന്നതാ. ഉമ്മാനവത്താൽ കരയാത്ത കണ്ണേതാണുള്ളത്? ഉമ്മാന്റെ കരുത്തോർത്താൽ കഷ്ടപ്പെട്ട് വളർത്തിയ ഉമ്മ. ആ ഉമ്മയെ വേദനിപ്പിക്കരുത്, ഉപ്പയെ കരയിപ്പിക്കരുത്. രാവിലെ നല്ല വസ്ത്രവും ധരിച്ചിട്ട് കോട്ട് സൂട്ടുമിട്ട് നമ്മൾ വണ്ടിയുടെ കീയുമെടുത്ത് കറക്കിക്കൊണ്ടിങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ വീടിന്റെ ഉമ്മറപ്പടിയിലെ ചാരുകസേരയില് മെലിഞ്ഞുണങ്ങിയ ഒരു ഉപ്പ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നുണ്ട്. പൊന്നുമോനെ, ഇന്ന് നിന്റെ ശരീരത്തിന് ഈ വണ്ണവും വലിപ്പവും വന്നത് നിന്റെ ഉപ്പാന്റെ ഈ ശരീരം വൈക്കോല് പോലെ ഉണങ്ങിപ്പോയത് കൊണ്ടാണ്. ഉപ്പാടെ ശരീരം വൈക്കോല് പോലെ ഉണങ്ങിയത് നിന്റെ ശരീരത്തിന് മാംസമായി വന്നതാണ്. നിന്റെ ഉപ്പ കരയില്ല, നിലവിളിക്കില്ല. ഉമ്മ ഓടി വന്ന് പൊട്ടിക്കരയി കാലെന്ന് പോയി കല്ലിൽ തട്ടിയാല് ഉമ്മ ഓടി വന്ന് പൊന്നുമോനെ എന്ന് പറഞ്ഞു വാരിയെടുത്ത് മുത്തം തരും. പക്ഷെ അപ്പോഴും ഉപ്പ ഓടി വരില്ല, അവിടെ ഇരുന്ന് കാണും. എന്നിട്ട് ആരും കാണാതെ കണ്ണുനീരുമെല്ലാം തുടച്ചു നാട്ടുന്ന ഉപ്പ കരയില്ല മോനെ. ഉപ്പ സങ്കടങ്ങൾ ഉള്ളിൽ ഒതുക്കലേ ഉള്ളൂ. ഉമ്മ കരഞ്ഞ് നിലവിളിക്കും. അവസാനം എന്റെ പൊന്നുമോൻ എന്തെങ്കിലും പറ്റിയെന്ന് പറഞ്ഞാൽ നേരെ പള്ളിയിൽ പോയി നിസ്കാരപ്പായിൽ ആരും കാണാതെ കരയുന്ന ഉപ്പ ഒരു കരുതലാണ്. ഉപ്പ വീട്ടിലുണ്ടെങ്കിൽ എല്ലും തോലും മെലിഞ്ഞ വൃദ്ധനാകട്ടെ, ഉപ്പ വീട്ടിലുണ്ടെങ്കിൽ വീടിന് വാതിലില്ലെങ്കിൽ കിടന്നുറങ്ങാൻ ധൈര്യമുണ്ട്. ഉപ്പ വീട്ടിലില്ലെങ്കിൽ വാതിലിന് എത്ര വലിയ പൂട്ടും താഴും വെച്ചാലും കിടന്നുറങ്ങിയാൽ ഉറക്കം വരില്ല. ഉപ്പയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സെക്യൂരിറ്റി ഗാർഡ്. ലോകത്തിലെ ഏറ്റവും വലിയ സെക്യൂരിറ്റി ഉപ്പയാണ്. ഉപ്പ വീട്ടിലുണ്ടെങ്കിൽ ഉമ്മായി മക്കൾ സുഖമായിട്ടിറങ്ങും. ഉപ്പ ഇല്ലേ, വാതിലിന് എത്ര പൂട്ടുണ്ടെങ്കിലും ഉറങ്ങൂല്ല കുട്ടിയെ. അതുകൊണ്ട് ഉപ്പയെ ദ്രോഹിക്കരുത്. നിന്റെ ജീവിതം, നിന്റെ വീട് താറുമാറാവും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് ആരോഗ്യത്തോടെ ദീർഘായുസ് കൊടുക്കും. അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് ആരോഗ്യത്തോടെ ദീർഘായുസ് നൽകട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒത്തിരി പറയാനുണ്ട് എനിക്കറിയാം, പക്ഷേ ഞാൻ അവസാനിപ്പിക്കാം. 2, മാതാപിതാക്കളെ ദ്രോഹിക്കരുത്. അള്ളാഹു നമ്മുടെ ഉപ്പമാർക്ക് ഹാഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കും. 3 പ്രധാനപ്പെട്ട കാര്യമാണ് അള്ളാഹു തൗഫീഖ് നൽകി. 12 മണിയായി. ഒരു 10 മിനിറ്റ് വിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. പോരെ പോരാ? അൽഹംദുലില്ലാഹ്, അള്ളാഹു നമുക്ക് ഇനിയും പറയാനുള്ള തൗഫീഖ് നൽകട്ടെ. 12 ദിവസമായി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. ഇടയ്ക്കൊന്ന് പോയി വീണ്ടും ഇറങ്ങി. എന്ന ഈ വാദം തന്നെയാണ്. ഒരു പരിധിയുണ്ട് സഹോദരങ്ങളെ. എല്ലാവരും പറയാനൊക്കെ എളുപ്പമാണ്, പക്ഷേ വിമർശിക്കാൻ എളുപ്പമാണ്. വിമർശിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. ആരെന്ത് പറഞ്ഞാലും കേൾക്കും, ഒരു മറുപടിയില്ല. ചില സമയത്ത് നമ്മൾ പൊട്ടന്മാരാവണം. ജീവിതത്തിൽ വിജയിക്കണോ, നമ്മൾ ചില സമയത്ത് പൊട്ടന്മാരാവണം. സുമ്മും ബുക്കുമൻ ഉമ്മിയൻ, പൊട്ടൻ, പച്ച പൊട്ടൻ. അവര് പറയണ ഞാൻ കേട്ടിട്ടില്ല. അവലക്കത് അമുറു അലല്ല ഈമി യസുബ്ബുനി ഫമളൈതു സമ്മത ഖുൽതു ലാ യഅനീനി.
ഞാൻ പ്രത്യേകിച്ച് ഓർമ്മ, ജീവിതത്തിൽ ജയിക്കണോ പൊട്ടനാവണം. കാട്ടിലൊരു മത്സരം നടന്നു. ഒറ്റക്കൊമ്പുള്ള മരത്തിന്റെ മുകളിൽ ഒരു സ്വർണ്ണ കിരീടം വെച്ചിട്ട് അതിൽ കയറി എടുക്കുന്നവൻ ആ സ്വർണ്ണ കിരീടം കിട്ടും. പുലി, അണ്ണാൻ, ഉടുമ്പ് ഒക്കെ കയറാൻ നോക്കി, പാതിവടിയിൽ തോറ്റ് താഴെ വീണു. എന്നാൽ അവ എപ്പോഴും മരത്തിൽ ഓടി നടക്കണുണ്ട്. അവസാനം ഒരു പച്ച തവള, കൊച്ചു തവള കയറാൻ ശ്രമിച്ചു. അപ്പൊ ചുറ്റുഭാഗത്ത് നിന്ന് മൃഗങ്ങളൊക്കെ കൂക്കി വിളിച്ച് പരിഹസിച്ചു. എടാ, പുലിക്ക് അണ്ണാനും പറ്റാത്താണോ പച്ചത്തവളെ നീ ഇപ്പൊ കയറാൻ വേണ്ടി പോണത്? ചുറ്റുഭാഗത്ത് നിന്ന് മുഴുവൻ ആളുകൾ കൂക്കി വിളിച്ച് പരിഹസിച്ചു. തവള ഇതൊന്നും ശ്രദ്ധിച്ചില്ല, പാഞ്ഞ് മുകളിൽ കയറി കിരീടം എടുത്ത് താഴെ ഇറങ്ങി. അപ്പൊ ഈ കിരീടം കൊടുക്കാൻ വേണ്ടി രാജാവായ സിംഹം, ഇത് തെറുമതിയിലൊന്നും ഇല്ല കേട്ടോ, ഫോർ എക്സാമ്പിൾ ഒരു കഥയാണ്. അങ്ങനെ സമ്മാനം കൊടുക്കാൻ വേണ്ടി സിംഹം കൊടുത്തപ്പോ ഈ തവളയോട് സിംഹം ചോദിച്ചു, മോനെ, ചുറ്റുഭാഗത്ത് നിന്ന് ഇത്രേ ആളുകൾ കൂക്കി വിളിച്ചിട്ടും അതൊന്നും ശ്രദ്ധിക്കാതെ നീ എങ്ങനെ മുകളിൽ കയറി വിജയിച്ചു? അപ്പടി ഈ പാവം തവള ഒന്നും മിണ്ടിയില്ല, മുഖത്തോട്ട് ഇങ്ങനെ നോക്കി നിന്നു. അപ്പൊ ഈ തവളയുടെ അമ്മ അപ്പുറത്തൊന്ന് വിളിച്ചു പറഞ്ഞു, രാജാവേ, അവനോടൊന്നും ചോദിക്കണ്ട, അവൻ പൊട്ടനാ. രാജാവേ, അവനോടൊന്നും ചോദിക്കണ്ട, അവൻ പൊട്ടനാണ്, അവന് ചെവി കേൾക്കൂല. അവന് ചെവി കേൾക്കാത്തോണ്ട് ചുറ്റുഭാഗത്ത് നിന്ന് പരിഹസിച്ച ആളുകളുടെ പരിഹാസം അവൻ കേൾക്കാത്തത് കൊണ്ടാണ് അവൻ ഇതൊന്നും ശ്രദ്ധിക്കാതെ മുകളിൽ കയറിയത്. എങ്ങാനും കേട്ടിരുന്ന ഇവൻ മാനസികമായിട്ട് തളർന്നിട്ട് താഴെ ഇറങ്ങിയേനെ. അതുകൊണ്ട് ചില സമയത്ത് പൊട്ടനാവണം, പച്ചപ്പൊട്ടൻ. ഞാൻ ചില സമയത്ത് പച്ചപ്പൊട്ടനായിട്ട് അങ്ങ് അഭിനയിക്കും. തെറി പറഞ്ഞവനോടും ഇല്ല, ഒന്നുമില്ല, എന്നാലേ നമ്മൾ മേപ്പോട്ട് കയറും. ചില സമയത്ത് എല്ലാത്തിനും മറുപടി പറഞ്ഞാൽ ജയിക്കൂല. ചില സമയത്ത് മിണ്ടാതിരുന്നാലേ അള്ളാഹു നമ്മളെ മുകളിലെത്തിക്കൂ. അള്ളാഹു തൗഫീഖ് നൽകൽ. അപ്പൊ മിണ്ടാതിരിക്കുന്നത് മറുപടി ഇല്ലാഞ്ഞിട്ടല്ല, പിന്നെയോ അത് വിവേകത്തിന്റെ അടയാളമാണ്. നാളെ വിജയിക്കണമെങ്കിൽ നാളെ നമ്മൾ അവിടേക്ക് എത്തണം. കാരണം എന്താ? പരിവലക്കത് അമുറു അലല്ലൈമി ബിയസുബ്ബുനി ഫമലൈതു സമ്മത ഖുൽതു ലാ യഅനീനി. കാരണം എന്താ? ഞാനിത് പറയാൻ കാരണം എന്താ? എന്റെ ജീവിതത്തിന്റെ 17 വർഷങ്ങൾ, ആ 17 വർഷങ്ങളിൽ ഞാൻ പരിചയപ്പെടുത്തിയത് വിശുദ്ധമായ ഖുർആനിനെയാണ്. ആ ഈ വിനീതന്റെ വാത് കേട്ടിട്ട് ആയിരക്കണക്കിന് മക്കൾ ഖുർആൻ പഠിക്കാൻ കേരളത്തിന്റെ അകത്തും പുറത്തും പോയിട്ടുണ്ട്. ഇന്ന് 3000-ലധികം കുട്ടികൾ പഠിക്കുന്നുണ്ട്. മഹാനായ ആനക്കര കോയക്കുട്ടി ഉസ്താദിന് ഒരിക്കൽ എന്റെ ശബ്ദം പോയപ്പോ മഹാനവറുകളെ കണ്ടപ്പോ എന്നോട് പറഞ്ഞു, കുട്ടിയെ, അള്ളാഹു നിന്നെ കൈവിടില്ല. നിന്റെ വാത് കേട്ടിട്ട് എത്രയോ ഹാഫിളീങ്ങൾ കേരളത്തിൽ ഹിഫ്ള് പഠിക്കാൻ പോയി. സഹോദരാ, ഈ സമയം വരെ എനിക്ക് എന്റെ ജീവിതത്തിൽ ഉറപ്പുണ്ട്, അഹമ്മദ് കബീർ മരിച്ചു എന്ന് കേട്ടാൽ ആയിരക്കണക്കിന് ഹാഫിളീങ്ങൾ എന്റെ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ മയ്യത്തിന്റെ ചാരത്ത് നിന്ന് ദുആ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പാ. കാരണം ഞാൻ എവിടെ വാത് പറഞ്ഞിട്ട് പോയാലും അവിടെ ഒരു ഹാഫിളെങ്കിലും പിന്നെ ഉണ്ടാവാതിരിക്കില്ല. എത്രയോ സ്ഥാപനങ്ങളെ ഹാഫിളീങ്ങളെ ഞാൻ നടത്താറുണ്ട്. ഒറ്റപ്പാലത്തുള്ള എന്റെ ഹിഫ്ളുൽ ഖുർആനിലേക്ക് ഈ വിനീത നേതൃത്വം കൊടുക്കുന്ന ഹിഫ്ളുൽ ഖുർആനിൽ നിങ്ങൾ വാ. എപ്പോഴാ? നട്ടുച്ചക്കല്ല, പട്ടാപ്പകലല്ല, സമയമുണ്ടെങ്കിൽ പുലർച്ചെ 4 മണിക്ക് വന്നാൽ 11-12 വയസ്സുള്ള ഹാഫിളീങ്ങൾ തഹജ്ജുദിന് എഴുന്നേറ്റിട്ട് പടച്ചറപ്പിനോട് ദുആ ചെയ്യുന്നത് കാണാം. അല്ലാഹുവേ, ഞങ്ങളെ സഹായിച്ചവർ, സഹകരിച്ചവർ, ഞങ്ങളെ ഏറ്റെടുത്തവർ, പൊന്നുമോനെ, അവരെ തഹജ്ജുദിന് വിളിക്കാൻ ഉസ്താദന്മാരെ അലാറം വെക്കണ്ട, വൈക്കപ്പ് കോള് വേണ്ട. 11 വയസ്സുള്ള ഹാഫിളീങ്ങളായ പൊന്നുമക്കള് തഹജ്ജുദിന് എഴുന്നേറ്റുണ്ട്, ദുആ ചെയ്യും. അല്ലാഹുവേ, വേണ്ടി കഷ്ടപ്പെട്ടു ഭക്ഷണത്തിന് പൈസ ഉണ്ടാക്കി വരുന്ന ഞങ്ങളുടെ ബാക്കവി ഉസ്താദിന് ഖൈർ നൽകണേ അല്ലാ. ആ ഒരു ദുആ പോലെ എത്രയോ ആളുകൾ ഇവിടെ വന്നപ്പോൾ ഉസ്താദേ, എന്റെ മോനെ ഹാഫിളാക്കണം, നിങ്ങളുടെ വാല് കേട്ടപ്പം മുതൽ ആശയാണ്. ഞാനൊരു ഖുർആന്റെ പ്രചാരകനാണ്. ആ പ്രധാനത്തിന്റെ ദൗത്യം ഞാൻ ഇവിടെ വെച്ച് നിർവഹിക്കുകയാണ്. നിങ്ങളുടെ വീടിന് ഐശ്വര്യം കിട്ടണോ? മൂന്നാമത് ചെയ്യേണ്ടത്, ആകാശ ലോകത്തു നിന്ന് അല്ലാഹുവിന്റെ അനുഗ്രഹം ലോകത്തേക്ക് വർഷിക്കുന്ന മലക്കുകളോ സന്ധ്യാസമയത്ത് ആകാശത്ത് നിന്ന് താഴോട്ടിറങ്ങി വരുമ്പോ ചില വീടുകളുടെ മുകൾ ഭാഗം ഇതേപോലെ ലംഘിക്കളിക്കുന്നുണ്ടാവും. ഈ മക്കാമ് പരിസരത്ത് ഈ വർണ്ണ ബൾബുകളെ കത്തിക്കളിക്കുന്നത് പോലെ ആകാശ ലോകത്തു നിന്നൊരു വീട്ടിലേക്കുള്ള അനുഗ്രഹവുമായി വരുന്ന മാലാകമാർ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് പോക്കുമ്പോ ചില വീടുകൾ ഈ വർണ്ണ ബൾബുകൾ കത്തിക്കളിക്കുന്നത് പോലെ തിളങ്ങുന്നുണ്ടാവും. അതാരുടെ വീടെന്നറിയോ? ഞാൻ പറയുന്നു, ആയിരക്കണക്കിന് തൂണുകളല്ല വേണ്ടത്. ഈ വീട്ടിന്റെ ഉള്ളിലെ അനുഗ്രഹത്തിന്റെ ഈ കവാടം തുറക്കണം. ഒന്നാമതാരെന്നറിയോ?
ബൈത്തുൽ ആലിമി, ഒരാലിമിന്റെ വീട്. ആ വീട്ടിൽ ഒരു ആലിമുണ്ട്, ഖുർആൻ പഠിച്ച ഹദീസ് പഠിച്ച ആലിമുണ്ട്. ഇദാ അമില ബിഹി, ആ ഇൽമനുസരിച്ചിട്ട് അയാൾ അമൽ ചെയ്താൽ രണ്ടാമത്തെ നേരെന്നറിയോ, നിന്റെ വീട്ടിൽ അല്ലാഹുവിന്റെ അനുഗ്രഹം വേണോ? വബൈതു ഹാഫിളിൽ ഖുർആൻ മനപ്പാഠമാക്കിയ ഹാഫിളിന്റെ വീട്, ഖുർആൻ മനപ്പാഠമാക്കിയ ഹാഫിളിന്റെ വീട്. ആ വീട്ടിലൊരു ഹാഫിളുണ്ട്, അവൻ ഖുർആൻ മനപ്പാഠമാക്കിയ ഹാഫിളാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, ഉമ്മമാര്, ഓരോരുത്തരും ഒരു കുടുംബത്തിലൊരു ഹാഫിൾ ഉണ്ടാവണം. ഒരു ഹാഫിളാരാ? ഞാൻ അവസാനിപ്പിക്കുന്നു. ഖുർആനിലെ വീട് എന്ന് പറയുന്ന വിഷയം അവസാനിപ്പിക്കട്ടെ. ഈ നയനമനോഹരമായ വീടല്ല, ഈ കോൺക്രീറ്റ് സൗധമല്ല, ലോകത്തിൽ അല്ലാഹു നൽകുന്ന ഏറ്റവും നല്ല വീടേറാ. വ ഇന്നൽ ആഖിറത ഹിയ ദാറുൽ ഖറാർ. ഏറ്റവും നല്ല വീട് ആഖിറത്തിലെ വീടാണ്, ഈ ദുനിയാവിലെ വീടല്ല. ഇത് വിറ്റിട്ട് നമ്മൾ ഇവിടെ നിന്ന് പോവില്ലേ? ഒരു ദിവസം മയ്യത്തായി ഇവിടെ നിന്ന് പോവില്ലോ? എന്റെ പൊന്നുമക്കള്, എപ്പോഴാ ഈ വീട് വിട്ടു പോകുന്നതെന്നറിയോ? ഈ വീട് വിട്ടു പോകുന്നതെന്നറിയോ? മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു സംഭവമുണ്ട്. ഒരു ദിവസം വൈകുന്നേരം ഉസ്താദ് എന്നെ വിളിച്ചു. ഞങ്ങള് നേരെ നടന്നു പോയി. നടന്നു പോകുന്ന വഴിയിൽ ഒരു ചെറുപ്പക്കാരൻ ഒരു വീട് വെക്കുകയാ. ഉസ്താദ് ചോദിച്ചു, മോനെ ഈ വീടിന് എത്ര ചെലവാകും? 1,00,000 ദീനാർ വരും. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ അടിമയെ, നീ ഈ വീടിന് പകരം അള്ളാഹ്ക്ക് വേണ്ടി ഒരു വീട് വെച്ചു കൊടുക്കൂ, ഒരു പള്ളി വെച്ചു കൊടുക്കൂ. നിനക്ക് ഇതിന് പകരം ഞാൻ 10 വീടുകൾ നാളെ സ്വർഗത്തിന് നിനക്ക് വാഗ്ദാനം ചെയ്യുകയാ. ഇത് പറഞ്ഞപ്പോ ആ സഹോദരൻ വീട് വെക്കാൻ വെച്ചിരിക്കുന്ന ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദേ ഞാനെന്ന് ആലോചിക്കട്ടെ. രാത്രിയിൽ കിടന്നപ്പോ അയാൾ ചിന്തിച്ചു, ഞാൻ ഈ വീട് 1,00,000 ദീനാറിന് വെച്ചാൽ ഞാൻ ഇവിടെ നിന്ന് മരിച്ചു പോയാൽ പിന്നെ കാര്യമെന്താ? 1,00,000 ദീനാറും കൊണ്ട് മഹാനവറുകളുടെ കയ്യിൽ പോയിട്ട് 1,00,000 ദീനാർ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതിന് പകരം 10 വീട് നൽകുമെന്നുള്ള ഒരു കരാർ എനിക്ക് എഴുതി തരണം. ഉസ്താദ് ഒരു പേപ്പർ എടുത്തു, അതിനകത്തെഴുതി മിൻ അബ്ദുല്ലാഹി മാലിക് ബിൻ ദീനാർ ഇലാ ഫുലാൻ ബിൻ ഫുലാൻ. ഇന്നയാൾക്ക് മാലിക് ബിൻ ദീനാർ എഴുതി കൊടുക്കുന്ന ഒഴിവ് കുറിമാനം. അദ്ദേഹം എന്ത് ചെയ്തെന്നറിയോ? ഇതിനു പകരം 10 വീട് അദ്ദേഹത്തിന് സ്വർഗത്തിൽ കൊടുക്കാമെന്ന് അള്ളാഹുവിന്റെ വാഗ്ദാനം ഞാൻ എഴുതി കൊടുക്കുകയാ. ആ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് പോയി. കുറെ കഴിഞ്ഞപ്പോ ഒരു ദിവസം അതിലേ പോകുമ്പോ ഉസ്താദിന് മനസ്സിന് ഭയങ്കര വേദന പോലെ എന്നെ വിളിച്ചു. നമുക്കൊരു സ്ഥലം വരെ പോണം. പോയി അവിടെ ചെന്നപ്പോ ആ 1,00,000 രൂപക്ക് വീട് വെക്കാൻ വെച്ചിരിക്കുന്ന ചെറുപ്പക്കാരൻ മരിച്ചുപോയി. അയാളുടെ മയ്യത്താ പാതി പണിത വീടിന്റെ ഉമ്മറപ്പടിയിലുണ്ട്. അവിടെ പോയിട്ട് ഉസ്താദ് ദുആ ചെയ്തു. എന്നിട്ട് ചോദിച്ചു, ഇദ്ദേഹത്തിന്റെ മയ്യത്ത് കുളിപ്പിച്ചതാരാ? ഒരാൾ പറഞ്ഞു, ഞാനാണ്. അത്ഭുതകരമായി എന്തെങ്കിലും ആ മയ്യത്തിൽ കണ്ടോ? അദ്ദേഹം എന്നെ മയ്യത്ത് കുളിക്കുമ്പോ ആ ശരീരത്തിൽ നിന്നൊരു പേപ്പർ കിട്ടു. നോക്കിയപ്പോ അത് വായിച്ചു നോക്കുമ്പോ അതിനകത്ത് എഴുതിയിരിക്കുന്നത് മിൻ ഫുലാന് ബിൻ ഫുലാന് ഇലാ മാലിക് ബിൻ ദീനാർ. ഇന്നയാളുടെ മകനായ ഇന്നയാൾ മാലിക് ബിൻ ദീനാർ എഴുതിക്കത്തിരുന്ന ഒഴിവ് കുറിമാനമാണിത്. ഞാൻ മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എനിക്ക് പറഞ്ഞ 10 വീടുകൾ, സ്വർഗത്തിലെ വീടുകൾ അള്ളാഹു എനിക്ക് തരുന്നത് ഞാൻ കണ്ടുപോയി. ഇതങ്ങ് വായിച്ചപ്പോ ആ സദസ്സ് മുഴുവനും പൊട്ടിക്കരഞ്ഞു. ആ നാട്ടിലൊരു സമ്പന്നൻ ഓടി വന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഖുദു മിന്നീ 200,000 ദീനാർ, 2,00,000 ദീനാർ ഞാൻ തരാം. ഇതുപോലെ സ്വർഗത്തിലൊരു വീട് എനിക്ക് ബാക്കി തരുമോ? മഹാനവറുകൾ പറഞ്ഞു, ഇല്ല ഇല്ല, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു പോയി. ഇത് ചില സമയത്ത് റബ്ബ് കൊടുക്കുന്ന തൗഫീഖാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, അതുകൊണ്ട് ആഖിറത്തിലെ വീടാണ് വലുത്. വഇന്നൽ ആഖിറത ഹിയ ദാറുൽ ഖറാർ. ആഖിറത്തിലെ വീടല്ലേ വലുത്. അവിടുത്തെ വീടിന്റെ അവസ്ഥ എന്തെന്നറിയോ? ഇതിനേക്കാൾ വലിയ വീട് ആഖിറത്തിന്റെ സ്വർഗത്തിലാ. ലഹും ഉറഫ്
ഉറഫും മിൻ ഫൗഖിഹാ ഉറഫുൻ മബ്നിയത്തുൻ തജ്രീ മിൻ തഹ്തിഹാൽ അൻഹാർ. സ്വർണത്തിന്റെ കട്ട, അതാ വീടിന്റെ ഇഷ്ടികകൾ സ്വർണത്തിൻ്റെതാണ്. രണ്ട് സ്വർണത്തിന്റെ ഇഷ്ടികയുടെ ഇടയിൽ ഡിസൈനിന് വേണ്ടി ഒരു വെള്ളിയുടെ ഇഷ്ടിക. എത്ര വലിയ സൂപ്പർ ഡിസൈനർ ആണല്ലോ, ഏറ്റവും വലിയ ആർക്കിടെക്ട് അള്ളയാണ്. ലഹും ഉറഫുൻ മിൻ ഫൗഖിഹാ ഉറഫുൻ മബ്നിയ. രണ്ട് സ്വർണത്തിന്റെ ഇഷ്ടിക, അതിന്റെ ഡിസൈനിന് വേണ്ടി വേറൊരു ഇഷ്ടിക. ഇപ്പൊ എത്ര ഗ്ലാഡിംഗ് ടൈലുകളാണ് നമ്മൾ ഒട്ടിക്കുന്നത്, പൊന്നുമോനെ, ഡിസൈൻ ചെയ്ത സ്വർണ്ണ ഇഷ്ടികകൾ. എന്നിട്ട് ആ വീട് എവിടെയാണറിയോ? അത് ബേക്കൽ ഫോർട്ടിന്റെ താഴെയുള്ള പള്ളിക്കൽ ബീച്ച് റിസോർട്ടിൽ കിടക്കാൻ എന്ത് സുഖമാണ്. ആ കോട്ടയത്തിൽ കിടന്നാൽ കടലിന്റെ തിരമാലകള് കവിത പറയുന്ന ആരവം കേൾക്കാം. അള്ള പറയാണ്, നിനക്ക് ഞാൻ വെച്ചിരിക്കുന്ന വീട് എവിടെയെന്നറിയോ? വഅദല്ലാഹുൽ മുഅ്മിനീന വൽ മുഅ്മിനാതി ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ വമസാകിന തയ്യിബതൻ ഫീ ജന്നാതി അദിൻ. ഏദൻ തോട്ടത്തിന്റെ താഴെ പച്ചപ്പരവതാനി വിരിച്ച പുൽമേടുകൾ നിറഞ്ഞു നിൽക്കുന്ന കുന്നിന്റെ മുകളിൽ താഴ്ഭാഗത്തു കൂടി തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, സുന്ദരി പെണ്ണിന്റെ കാലിൽ കിടക്കുന്ന വെള്ളിക്കൊരുസ് പോലെ തടം തല്ലിയാത്തൊടുകുന്ന പുഴകൾ താഴെ പച്ചപ്പരവതാനിച്ച കുന്നിന്റെ മുകളിൽ ഒരു രമ്യഹർമ്മം. അതിന്റെ ഇഷ്ടികകളാണെങ്കിലോ സ്വർണവും വെള്ളിയും. അതിന്റെ മുറ്റത്തിട്ടിരിക്കുന്നതെന്താ? അള്ളാടെ വീട് വേണോ? അള്ളാടെ വീട് വേണോ? ഇവിടെ നമ്മൾ വീട് വെച്ചാൽ ഇപ്പൊ ആദ്യം തന്നെ നമ്മൾ ടൈലൊട്ടിക്കും, മുറ്റത്ത് ടൈലിടും. എന്താ പറയാ? ഇന്റർലോക്ക് ചെയ്യും. അള്ളാഹു സ്വർഗത്തിന്റെ വീടിന്റെ മുമ്പിലെ ഇന്റർലോക്ക് എന്തെന്നറിയോ? അതിലുള്ള മണ്ണും ചരലും ഈസ്കും ജൗഹറ. പിന്നെന്ത് പറയാനാ ഹബീബേ ഉള്ളറാ. മഹാനായ തഴവാ ഉസ്താദ് പറയാ, ആ വീടിന്റെ മുമ്പിൽ ഇന്റർലോക്കിന് പകരം പവിഴവും രത്നവും മരതകങ്ങളുമാണ്. നല്ല പവിഴപ്പെട്ടികളും മരതകങ്ങളും മുറ്റത്തിങ്ങനെ വിരിച്ചിടും. അവ ഇങ്ങനെ പൊട്ടിച്ചു തരുന്നത് പോലെ പ്രകാശം ചിതറുമ്പോ അതിലുള്ള മണ്ണും ചരലും മിസ്കും ജൗഹറ. പിന്നെന്ത് പറയാനാ ഹബീബേ ഉള്ളറാ. പുറത്തിങ്ങനെയാണെങ്കിൽ പിന്നെ അകത്തെ ടൈലിന്റെ കാര്യം പറയേണ്ടതുണ്ടോ? ഓ, ആ വീട്ടിലെ അതിലെ കട്ടിലേതാ? ടിപ് ടോപ്പിന്റെ കട്ടിലല്ല, ചന്ദനം കടഞ്ഞതല്ല, ചന്ദനക്കട്ടിലല്ല. ആ സ്വർഗത്തിന്റെ വീട്ടിലെ കട്ടിലിൽ കയറിയിരുന്നിട്ട് എവിടെ പോകണമെന്ന് മനസ്സിൽ ചിന്തിച്ചാ മതി. സ്വർഗം മുഴുവനും ആ കട്ടിലിൽ കിടന്നിങ്ങനെ കറങ്ങിക്കാണാം. പറക്കും ശരീരത്തിലുണ്ട് കാറെടുക്കണ്ട, നീ കരുതിയാൽ മതി പായുമേ പറയണ്ട. ആ സ്വർണ്ണക്കട്ടില് ഇതിനേക്കാൾ വലിയ വീട് സ്വർഗമാണ്. ആ കട്ടിലങ്ങിരിക്കുമ്പോ കള്ളുമായിട്ട് പെൺപിള്ളേര് വരും, കള്ളും കൊണ്ട് പെൺകുട്ടികൾ വരും. ഇവിടെ വേണ്ട മോനെ, അവിടെ വരുന്നത് പെണ്ണുങ്ങളാണ്. കള്ളു വേണോ, കള്ളു വേണോ? പിടിയാതെ തന്നൊടുകുന്നതാ പാലാറ്, പുഴ പോലെ തന്നതിലുണ്ടടോ കള്ളാറ്. കള്ളിന്റെ പുഴയാണവിടെ. ക്വാർട്ടറല്ല, ഹാഫല്ല, ഫുൾബോട്ടിലല്ല, അവിടെ പുഴയാണ്. സൈഡിലിരുന്നിട്ട് സ്വർണ്ണ കപ്പ് കൊണ്ട് കോരി കുടിക്കുന്ന കള്ളിന്റെ പുഴ. അത് വിളമ്പിത്തരുന്നതാരാ? അത് വിളമ്പിത്തരുന്നത് സുന്ദരികളായ പെൺകുട്ടികൾ. നല്ല സുന്ദരികളായ പെൺകുട്ടികൾ കയ്യിൽ പിടിച്ചിട്ട് കോരിത്തരും. ഇവിടെ ഹറാമാണ്, അവിടെ ഹലാലാണ്. അവര് വന്നിട്ടോ, അവര് കള്ളിങ്ങനെ നമ്മൾ കുടിച്ചിട്ട് സ്വർണ്ണക്കട്ടിൽ ഇങ്ങനെ ചാരിയിരിക്കുമ്പോ ആ പെണ്ണുങ്ങള് തൊട്ടടുത്തിരുന്നിട്ട് ഡാൻസ് ചെയ്യും. കൈകൊട്ടുവാൻ ചില ദാസിമാർ വരവുണ്ട്, കടക്കണ്ണ് കൊണ്ടൊരു നോട്ടവും ചരിച്ചുണ്ട്. പണ്ടത്തെ അൽഫുലൈലത്തും വലയില 1001 രാവികളിലെ സുൽത്താന്മാരുടെ ചുറ്റു വന്നിട്ട് ലരണാമണികളായ പെൺകുട്ടികൾ സ്വർണ്ണ ചഷകത്തിൽ പാനം ചെയ്ത് അവരൊപ്പന കളിക്കുന്നത് പോലെ നീ സ്വർഗത്തിന്റെ കട്ടിലിരിക്കുമ്പോ പെൺകുട്ടികൾ വന്നിട്ട് ഒപ്പന പാട്ട് പാടിയിട്ട് നിനക്ക് പാട്ട് പാടിത്തരും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പം നീ ഇട്ടിരിക്കുന്ന വസ്ത്രമേതാ? ധരിക്കാൻ അതിൽ കൊടുക്കുന്ന തുണിയും സുന്ദുസ. അൽഹംദുലില്ലാ, ജീവിതം എന്തന്തസാ. നല്ല പച്ചപ്പട്ട് വസ്ത്രം ധരിച്ച് പെണ്ണുങ്ങളെ നിങ്ങളോ യുഹല്ലൗന ഫീഹാ മിൻ അസാവിറ മിൻ ദഹബിൻ വലുലുആ
സ്വർണത്തിന്റെയും പവിഴമുത്തുകൾക്കുണ്ടാക്കിയ സ്വർണ്ണാഭരണങ്ങൾ കൈ നിറഞ്ഞണിഞ്ഞ് നല്ല സുന്ദരി കണ്ണുങ്ങളായി ഭർത്താക്കന്മാരെ കെട്ടിപ്പിടിച്ചിട്ടവര് സ്വർഗത്തിലിരിക്കും. ഞാൻ നിർത്തി. ഒരൊറ്റായത്ത് വീട് പറഞ്ഞ ഈ ആ സദസ്സിൽ ഒരൊറ്റായത്ത് സ്വർണത്തിന്റെ കട്ടിലിൽ നമ്മുടെ ഭാര്യമാരോടൊത്ത് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മളെ സ്നേഹിച്ച ഭാര്യ, നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ നാളെ സ്വർഗത്തിലെ കട്ടിലവള് കൂടെ ഇല്ലെങ്കിൽ പിന്നെ ജീവിതത്തിന് എന്ത് സുഖമാണുള്ളത്? അല്ലാഹു നമ്മുടെ ഭാര്യമാര് സ്വർഗത്തിലെ ഇണകളാക്കി തരട്ടെ. വലതുഭാഗത്ത് നമ്മുടെ പൊന്നുമക്കളുണ്ട്. നമ്മുടെ പൊന്നുമക്കൾ, മക്കളെയും ഭാര്യയെയും മാതാപിതാക്കളെയും കെട്ടിപ്പിടിച്ച്, ഇതൊന്നും വാക്കവി വെറുതെ പറയുന്നതല്ല. വല്ലദീന ആമനു വത്തബഅതുഹും ദുർരിയതുഹും ബീമാനിൻ അൽഹഖ്നാ ബിഹിം ദുർരിയതുഹും വമാ അലത്നാഹും മിൻ അമലിഹിം മിൻ ഷൈ കുല്ലു ഇംരിഇൻ ബിമാ കസബ റഹീം. അവരവരുടെ മാതാപിതാക്കളോട് മക്കളോട് സ്വർഗത്തിന്റെ കട്ടിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ച് ഇവരിങ്ങനെ സ്വർഗത്തിലിരിക്കുമ്പോ അവര് തിന്നുന്നതെന്താ? ലഹും ഫീഹാ ഫാകിഹത്തും വലഹും മാ യദ്ദഊൻ. അവര് നല്ല പഴങ്ങൾ തിന്നുകയാണ്. വാഴപ്പഴം, ഉറുമാമ്പഴം, ഫീ സിദ്രിൻ മഖ്ലൂദ് വതൽഹിം മംദൂദ്. ഈ പഴം ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുമ്പോ ഒന്നും ചെയ്യണ്ട, വേർക്കണ്ട, കിളക്കണ്ട, പൂട്ടണ്ട, അവയിൽ കൊള്ളണ്ട, നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണ്ട. ഒരു തുള്ളി വേർപ്പ് പൊടിയാതെ നിനക്കാവശ്യമുള്ളതൊക്കെ റബ്ബ് നിന്നെ മുമ്പിൽ തന്നിങ്ങനെ ഇരിക്കുമ്പോ മറ്റുള്ള ആളുകൾ വന്നിട്ട് ചോദിക്കും, നിങ്ങൾ എങ്ങനെയാണ് കുടുംബസമേത സ്വർഗത്തിന്റെ ഈ വീട്ടിൽ ഒരുമിച്ച് കൂടിയത്? ഇതേ ഈ വീട്ടിൽ എങ്ങനെ ജീവിച്ചു അതേപോലെ സ്വർഗത്തിലെ വീട്ടിൽ അല്ലാഹു ഒരുമിച്ച് തരും. അപ്പൊ ചില ആളുകൾ ചോദിക്കും, നിങ്ങൾ എങ്ങനെയാ? ബേക്കല് നമ്മളൊക്കെ അയലോക്കക്കാരായിരുന്നല്ലോ, നിങ്ങൾ മാത്രം ആ വീട്ടിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളും നിങ്ങൾ ഈ വീട്ടിൽ ഒരുമിച്ച് കൂടാൻ കാരണം എന്താണ്? ഖുർആൻ സൂറത്ത് തൂർ. അപ്പൊ അവര് മറുപടി പറയുന്നതായി ഖുർആൻ പറയുന്ന ഒരൊറ്റ ആയത്തോതി ഞാൻ അവസാനിപ്പിക്കാൻ. അള്ളാഹു നമുക്ക് അങ്ങനെ പറയാൻ തൗഫീഖ് നൽകട്ടെ. അവര് പറയും, ഞങ്ങള് കുടുംബസമേതം സ്വർഗത്തിൽ വരാൻ കാരണം ഖാലൂ ഇന്നാ കുന്നാ ഖബിലു ഫീ അഹ്ലിനാ മുശ്ഫിഖീൻ. ഞങ്ങളുടെ വീട്ടിന്റെ ഉള്ളിൽ സ്നേഹത്തോടെ, സന്തോഷത്തോടെ, കാരുണ്യത്തോടെ ജീവിച്ചവരായിരുന്നു. ദുനിയാവിലെ വീട്ടിൽ സന്തോഷത്തോടെ, സമാധാനത്തോടെ ജീവിച്ചാൽ സ്വർഗത്തിലെ വീട്ടിൽ ഒരുമിച്ച് കൂട്ടും. അള്ളാഹു നമ്മളെ അതിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.